ഹായ് എവരി വൺ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നെയിം റിയാക്ഷൻസിൻ്റെ ടെസ്റ്റ് സീരീസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ കറക്റ്റ് സ്കീം ഫോർ മാനിക് റിയാക്ഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ മാനിക് റിയാക്ഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതൊരു കണ്ടൻസേഷൻ റിയാക്ഷൻ ആണ്. ഇവിടെ ഒരു കീറ്റോണ് ഫോമാൽഡിഹൈഡും ഒരു പ്രൈമറി ഓർ സെക്കൻഡറി അമീൻ ഒരു കീറ്റോൺ എടുക്കുന്നുണ്ട്. ഫോമാൽഡിഹൈഡ് ഒരു പ്രൈമറി ഓർ സെക്കൻഡറി അമീൻ്റെ പ്രസൻസിൽ ആസിഡ് കാറ്റലൈസ്ഡ് മീഡിയത്തിൽ റിയാക്ട് ചെയ്യുമ്പോൾ നമുക്കൊരു ആൽഫ ഒരു ബീറ്റ, ഇത് ആൽഫ പൊസിഷൻ, ഇത് ബീറ്റ പൊസിഷൻ, ഒരു ബീറ്റ അമിനോ ആയിട്ടുള്ള ബീറ്റ അമിനോ കാർബണൈൽ കോമ്പൗണ്ട് ഉണ്ടാകുന്നത്. ഇതാണ് മാനിക് റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ രണ്ട് മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഫസ്റ്റ്, നമ്മൾ എടുക്കുന്ന കീറ്റോൺ എന്ന് പറയുന്നത്, നമ്മളിവിടെ ഒരു കീറ്റോൺ എടുക്കുന്നുണ്ടല്ലോ, ഈ കീറ്റോൺ എന്ന് പറയുന്നത് ഈനലൈസബിൾ ആയിട്ടുള്ള കീറ്റോൺ ആയിരിക്കണം. ദാറ്റ് മീൻസ് അതിനകത്തൊരു ആക്റ്റീവ് ഹൈഡ്രജൻ ഉണ്ടായിരിക്കണം. അതായത് ഇതിപ്പോൾ CH3 C ഡബിൾ ബോണ്ടോ CH3, ഈ ഹൈഡ്രജനാണ് ആക്റ്റീവ് ഹൈഡ്രജൻ എന്ന് പറയുന്നത്. ഈ ഹൈഡ്രജനാണ് പോയിട്ട് ഈനോൾ ഫോം ചെയ്യുന്നത്. ഇവിടെ നമുക്കിങ്ങനെ ഒരു ഈനോൾ ഫോം ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഈനോൾ അല്ലെങ്കിൽ ഈനോലേറ്റ് അയോൺ ഫോം ചെയ്യണം, എങ്കിൽ മാത്രമേ അതൊരു ഇവിടെ ന്യൂക്ലിയോഫൈലായിട്ട് ആക്ട് ചെയ്യുള്ളൂ. അപ്പോൾ റിയാക്ഷൻ പ്രൊസീഡ് ചെയ്യുമ്പോൾ നമ്മൾ റിയാക്ഷൻ മെക്കാനിസം നോക്കുകയാണെങ്കിൽ അതിനകത്ത് കാണാം ഒരു ഈനോലേറ്റ് ഫോം ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈനോലേറ്റ് ഫോം ചെയ്യാൻ പറ്റിയ കീറ്റോൺ ആണ് നമ്മളിവിടെ എടുക്കേണ്ടത്. അല്ലാണ്ട് സപ്പോസ് ഇങ്ങനൊരു എക്സാമ്പിൾ പറയുകയാണ്, ഇങ്ങനൊരു കീറ്റോൺ ആണ് എടുക്കുന്നതെങ്കിൽ, അപ്പോൾ ഇവിടെ ആൽഫ ഹൈഡ്രജൻ ഇല്ല അല്ലേ, ഇവിടെ നോക്കുമ്പോൾ ആൽഫ ഹൈഡ്രജൻ ഇല്ല. അപ്പോൾ ഈ കീറ്റോണിന് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് മാനിക് റിയാക്ഷൻ നടക്കാൻ പറ്റില്ല. കാരണം ഈനലൈസബിൾ അല്ലാത്ത കീറ്റോൺ ആയതുകൊണ്ട് ഈ റിയാക്ഷൻസ് ഈ കീറ്റോൺ നമുക്ക് മാനിക് റിയാക്ഷനിൽ എടുക്കാൻ പറ്റില്ല. ഇനി മാനിക് റിയാക്ഷനിൽ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഇവിടെ 2-3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ, ഇതാണ് റിയേജൻ്റ് എടുക്കേണ്ട. ഒന്ന് കീറ്റോൺ എടുക്കുന്നുണ്ട്, ആൽഡിഹൈഡായിട്ട് ഫോർമാൽഡിഹൈഡാണ് എടുക്കുന്നത്, ഒരു അമീൻ എടുക്കുന്നുണ്ട്. പ്രൈമറി ആകാം, സെക്കൻഡറി ആകാം. പ്രൈമറി അമീൻ ഇവിടെ നമ്മൾ സെക്കൻഡറി അമീനാണ് എടുത്തത്, പ്രൈമറി എടുക്കുന്നതിന് കുഴപ്പമില്ല. ആസിഡ് കാറ്റലൈസ്ഡ് മീഡിയത്തിലാണ് റിയാക്ഷൻ നടക്കുന്നത്. നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ബീറ്റ അമിനോ ആയിട്ടുള്ള ഒരു കാർബണൈൽ കോമ്പൗണ്ട് ആയിട്ട് നമുക്ക് കിട്ടുന്നത്. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ഉണ്ടാകുന്ന ഇന്റർമീഡിയറ്റ് ഉണ്ട്, അതിൻ്റെ പേര് അതെന്താണെന്ന് കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. നമുക്കറിയാം നമ്മൾ എടുക്കുന്ന മീഡിയം എന്ന് പറഞ്ഞാൽ അസിഡിക് മീഡിയം ആണ് അല്ലേ. അപ്പോൾ ഫോമാൽഡിഹൈഡ് അസിഡിക് മീഡിയത്തിൽ ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള ഒരു കോമ്പൗണ്ടാണ്. അപ്പോൾ ഫോമാൽഡിഹൈഡ് അസിഡിക് മീഡിയത്തിൽ എന്ത് ചെയ്യും, പ്രോട്ടണേറ്റ് ചെയ്യും. അസിഡിക് മീഡിയത്തിൽ ഇത് പ്രോട്ടണേറ്റ് ചെയ്യും. ഇങ്ങനെ പ്രോട്ടണേറ്റ് ചെയ്യും. ഓക്കെ, ഇവിടെ നമ്മൾ വേറൊരു റിയേജൻറ്റ് കൂടി എടുക്കുന്നുണ്ട് അല്ലേ, സെക്കൻഡറി അമീൻ എടുക്കുന്നുണ്ട്. ഈ അമീനിലെ ലോൺ പെയർ എന്ത് ചെയ്യും, ഈ കാർബണിൽ പോയി അറ്റാക്ക് ചെയ്യും, ഇതിങ്ങോട്ട് ഫോം ചെയ്യും. അപ്പം നമുക്ക് ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാവും, CH2 OH R2 ഇവിടെ NR2, ഇവിടെ ഒരു പ്ലസ് ചാർജ് ഉണ്ടാകും. ഇങ്ങനെ ഒരു കോമ്പൗണ്ട് ഉണ്ടാകും. ഇവിടെ എന്താ സംഭവിക്കുക, ഈ ഹൈഡ്രജൻ ഈ ഓയിലെ ലോൺ പെയർ എന്ന് പറയുന്നത് ഈ ഹൈഡ്രജൻ അബ്സ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ ഹൈഡ്രജൻ ട്രാൻസ്ഫർ നടന്നിട്ട് നമുക്ക് ഇങ്ങനെ ഒരു കോമ്പൗണ്ട് ഉണ്ടാകും, CH2 OH2 പ്ലസ്. ഈ ഹൈഡ്രജനിൽ ഇലക്ട്രോൺ ഇങ്ങോട്ട് എന്നിലേക്ക് വരും, NR2 വരും. ഈ നൈട്രജനിൽ ലോൺ പെയർ ഉണ്ടല്ലോ, ഈ ലോൺ പെയർ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയിട്ട് ഈ വാട്ടർ എലിമിനേറ്റ് ചെയ്യും. ഓക്കെ, വാട്ടർ എന്ന് പറഞ്ഞാൽ ഒരു ഗുഡ് ലിവിങ് ഗ്രൂപ്പാണ്. അങ്ങനെ നമുക്ക് വാട്ടർ എലിമിനേറ്റ് ചെയ്തിട്ട് നമുക്ക് എന്തുണ്ടാവും, CH2 ഡബിൾ ബോണ്ട് NR2 പ്ലസ്. CH2 ഡബിൾ ബോണ്ട് N ഗ്രൂപ്പിനെ നമ്മൾ ഇമീൻ ഗ്രൂപ്പ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ ഫോം ചെയ്തിരിക്കുന്നത്, ഒരു ഇൻ്റർമീഡിയറ്റ് ഫോം ചെയ്യുന്നുണ്ട്, ഇമിനിയം അയോൺ ഫോം ചെയ്യുന്നുണ്ട്. ഈ ഇമിനിയം അയോൺ എന്താണ്, ഇലക്ട്രോഫൈലായിട്ടാണ് ആക്ട് ചെയ്യപ്പെടുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇവിടെ നമ്മൾ എടുക്കുന്ന കീറ്റോൺ എന്തായിട്ട് ഈനോൾ ഫോമിലോട്ട് മാറിയിട്ട് അത് ന്യൂക്ലിയോഫൈലായിട്ട് ആക്ട് ചെയ്യും. ഈ രണ്ടും കൂടെ കണ്ടൻസ് ചെയ്തിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്ന, ഫൈനൽ പ്രൊഡക്റ്റ് ആയിട്ടുള്ള ബീറ്റ അമിനോ കാർബണൈൽ കോമ്പൗണ്ട് കിട്ടുന്നത്. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ ചോദിച്ചിരിക്കുന്നത് മാനിക് റിയാക്ഷൻ്റെ റിയേജൻ്റ് ആണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. നമ്മളൊരു കീറ്റോൺ എടുക്കുന്നുണ്ട്, ആൽഡിഹൈഡായിട്ട് ഫോർമാൽഡിഹൈഡ് എടുക്കുന്നുണ്ട്, അമീൻ എടുക്കുന്നുണ്ട്. നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ബീറ്റ അമിനോ കാർബണൈൽ കോമ്പൗണ്ട്. സോ ഇതാണ് ഫസ്റ്റ് ഓപ്ഷൻ, A ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്.
ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ ഇൻ്റർമീഡിയറ്റ് ഫോംഡ് ഡ്യൂറിങ് മാനിക് റിയാക്ഷൻ എന്നാണ്. നമ്മൾ ഓൾറെഡി ഇപ്പം മെക്കാനിസം ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞു ഫോമാൽഡിഹൈഡ് എന്ത് ചെയ്യും, അസിഡിക് മീഡിയത്തിൽ പ്രോട്ടനേറ്റ് ചെയ്തിട്ട് അതിൽ സെക്കൻഡറി അമീൻ റിയാക്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യും, ഒരു ഇമീൻ ഫോം ചെയ്യുന്നുണ്ട് അല്ലേ, ഇമിനിയം അയോൺ ഫോം ചെയ്യുന്നുണ്ട്. CH2 ഡബിൾ ബോണ്ട് NR2+. ഈ ഇമിനിയം അയോൺ അവിടെ ഫോം ചെയ്യുന്നുണ്ട്. ഇതാണ് നമുക്ക് മാനിക് റിയാക്ഷൻ്റെ ഇൻ്റർമീഡിയറ്റ് ആയിട്ട് കിട്ടുന്നത്. സോ അപ്പോൾ ആൻസർ ഏതാണ്, ഇമീനാണ് ഫോം ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോവിങ് സെറ്റ് ഓഫ് റിയാക്ടൻ ടിപ്പിക്കലി അണ്ടർഗോ ക്ലെയ്സൺ കണ്ടൻസേഷൻ. അപ്പോൾ ക്ലെയ്സൺ കണ്ടൻസേഷൻ എന്താണ്, രണ്ട് എസ്റ്റേഴ്സ് തമ്മിലുള്ള റിയാക്ഷനാണ്, കണ്ടൻസേഷൻ റിയാക്ഷനാണ് ക്ലെയ്സൺ കണ്ടൻസേഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഈ എസ്റ്റേഴ്സിൻ്റെ പ്രത്യേകത എന്താണ്, ഈ എസ്റ്റേഴ്സിൽ ആൽഫ ഹൈഡ്രജൻ ഉണ്ടായിരിക്കണം. ആൽഫ ഹൈഡ്രജൻ ഉണ്ടാകുന്ന രണ്ട് എസ്റ്റേഴ്സ് തമ്മിലുള്ള റിയാക്ഷൻ, കണ്ടൻസേഷൻ റിയാക്ഷനാണ് ക്ലെയ്സൺ കണ്ടൻസേഷൻ എന്ന് പറയുന്നത്. ഇവിടെ നമ്മളൊരു സ്ട്രോങ് ബേസ് ആണ് എടുക്കുന്നത്. ഇപ്പോൾ സപ്പോസ് എടുക്കുന്ന ഇപ്പം നമുക്ക് സോഡിയം എത്തോക്സൈഡ് പോലുള്ള ബേസസ് ആണ് നമ്മൾ ക്ലെയ്സൺ കണ്ടൻസേഷനിൽ എടുക്കുന്നത്. അപ്പോൾ എസ്റ്റേഴ്സ് ഇൻ ദ പ്രസൻസ് ഓഫ് സ്ട്രോങ് ബേസിൻ്റെ പ്രസൻസിൽ നമ്മൾ റിയാക്ട് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്നത് ബീറ്റ കീറ്റോ എസ്റ്റർ ആയിട്ടുള്ള കോമ്പൗണ്ടാണ്. അപ്പോൾ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ബീറ്റ കീറ്റോ എസ്റ്റർ ആണ്. നമുക്ക് റിയാക്ഷൻ എന്ന് എഴുതി നോക്കാം. സോ ഇങ്ങനെ ഒരു എസ്റ്റർ എടുത്തു, രണ്ട് എസ്റ്റേഴ്സ് എടുത്തു. ഇതൊരു സ്ട്രോങ് ബേസിൻ്റെ പ്രസൻസിൽ, സ്ട്രോങ് ബേസ് നമ്മളിവിടെ എടുക്കുന്നത് C2H5ONA ആണ്. കാരണം നമുക്കറിയാം എത്തനോൾ എന്ന് പറയുന്നത് വീക്ക് ആസിഡാണ്, അതിൻ്റെ കോൺജുഗേറ്റ് ബേസ് എന്ന് പറയുന്നത് സ്ട്രോങ് ആയിരിക്കും. സോ അപ്പോൾ എടുക്കുന്ന ബേസ് എന്ന് പറഞ്ഞാൽ സോഡിയം എത്തോക്സൈഡ് ആണ്. ഇത് കണ്ടൻസ് ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടും, ബീറ്റ കീറ്റോ എസ്റ്റർ കിട്ടും. ഓക്കെ, ഓക്കെ, ഇതാണ്, ഇത് ആൽഫ, ഇത് ബീറ്റ, ഇവിടെ ബീറ്റ, ഇവിടെ നമുക്ക് ബീറ്റ കീറ്റോ എസ്റ്റർ ആണ് കിട്ടുന്നത്. ബീറ്റ കീറ്റോ എസ്റ്റർ ആണ് നമുക്കിവിടെ കിട്ടുന്നത്. ഇവിടെ ആദ്യത്തെ എസ്റ്റർ എന്ന് പറയുന്നത് നമ്മളിവിടെ ഒരു സ്ട്രോങ് ബേസ് ആണെന്ന് പറഞ്ഞാൽ, ഈ സ്ട്രോങ് ബേസിൽ നമ്മൾ ഓൾറെഡി വേറൊരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്. ഈ എടുക്കുന്ന എസ്റ്റേഴ്സിൻ്റെ പ്രത്യേകത എന്തായിരിക്കണം, ആൽഫ ഹൈഡ്രജൻ ഉണ്ടായിരിക്കണം. ആൽഫ ഹൈഡ്രജനുള്ള എസ്റ്റേഴ്സ് ആണ് ക്ലെയ്സൺ കണ്ടൻസേഷൻ നടക്കുന്നത്. അപ്പോൾ ആൽഫ ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ എന്താണ്, ബേസ് എന്ത് ചെയ്യും, ആ ആൽഫ ഹൈഡ്രജൻ അബ്സ്ട്രാക്ട് ചെയ്തിട്ട് നമുക്ക് CH2, ഇപ്പോൾ സപ്പോസ് CH3C ഡബിൾ ബോണ്ട് OET എന്ന് പറയുന്ന എസ്റ്ററാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഈ ബേസ് എന്ത് ചെയ്യുന്നതിനുള്ള ആൽഫ ഹൈഡ്രജൻ അബ്സ്ട്രാക്ട് ചെയ്തിട്ട് CH2 - C ഡബിൾ ബോണ്ട് OET ആയിട്ടുള്ള ഒരു ന്യൂക്ലിയോഫൈൽ ഫോം ചെയ്യും. ഓക്കെ, ഇത് ന്യൂക്ലിയോഫൈൽ ആക്ട് ചെയ്യും. ഇനി അടുത്തൊരു എസ്റ്റർ കൂടെ ഉണ്ടല്ലോ, ആ എസ്റ്റർ എന്താ, നമ്മൾ എപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കുക, കാർബണൈൽ കാർബൺ, അതായത് ആൾഡിഹൈഡ്, കീറ്റോൺ, എസ്റ്ററിലേക്ക് കാർബൺ, ഇതാണ് കാർബൺ. ഈ കാർബണാണ് കാർബണൈൽ കാർബൺ എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആണ്. കാരണം ഇതിനകത്തൊരു ഓക്സിജൻ അറ്റാച്ച് ചെയ്തിരിക്കുന്നതുകൊണ്ട് ഈ കാർബണിൽ എപ്പോഴും ഒരു പാർഷ്യൽ പോസിറ്റീവ് ചാർജ് ഉണ്ട്. ഇത് ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആണ്. ഇതെപ്പോഴും ഇലക്ട്രോഫൈലായിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ ആദ്യത്തെ കാർബണിൽ പോയി ബേസ് എന്ത് ചെയ്യും, ആദ്യത്തെ എസ്റ്ററിൽ ബേസ് എന്ത് ചെയ്തു, പ്രോട്ടോൺ അബ്സ്ട്രാക്ട് ചെയ്തത് ന്യൂക്ലിയോഫൈൽ ആവും. ഈ ന്യൂക്ലിയോഫൈൽ ചെന്നിട്ടാണ് ഈ കാർബണൈൽ കാർബണിൽ അറ്റാക്ക് ചെയ്തിട്ട് കണ്ടൻസ് ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടുന്ന, ബീറ്റ കീറ്റോ. ഞാൻ അതിൻ്റെ മെക്കാനിസത്തിലോട്ട് കടക്കുന്നില്ല. നമുക്ക് കിട്ടുന്നത് ബീറ്റ കീറ്റോ എസ്റ്റർ ആണ് നമുക്ക് കിട്ടുന്നത്. ഇത് ഈ ന്യൂക്ലിയോഫൈൽ പോയിട്ട് എന്താണ്, ഈ കാർബണൈൽ കാർബണിൽ അറ്റാക്ക് ചെയ്യും, കണ്ടൻസ് ചെയ്യും, പിന്നെ ഈ പ്രൊഡക്റ്റ് നമുക്ക് കിട്ടും. സോ ക്വസ്റ്റ്യൻ എന്താണ്, ക്ലെയ്സൺ കണ്ടൻസേഷൻ അണ്ടർഗോ ചെയ്യുന്നത് ആരൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 2 എസ്റ്റേഴ്സ് ഇൻ ദ പ്രസൻസ് ഓഫ് സ്ട്രോങ് ബേസ് ആണ് ആൻസർ. എസ്റ്റേഴ്സിൻ്റെ പ്രത്യേകത എന്താണ്, അതിൽ ആൽഫ ഹൈഡ്രജൻ ഉണ്ടായിരിക്കണം, എങ്കിൽ മാത്രമേ അത് നടക്കുള്ളൂ. സ്ട്രോങ് ബേസസ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ കീ റിക്വയർമെൻറ്റ് ഫോർ ആൻ എസ്റ്റർ ടു അണ്ടർഗോ ക്ലെയ്സൺ കണ്ടൻസേഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു എസ്റ്റേഴ്സിന് എന്തുണ്ടായിരിക്കണം, ആൽഫ ഹൈഡ്രജൻ ഉണ്ടായിരിക്കണം. ആൽഫ, ഇപ്പോൾ സപ്പോസ് CH3C ഡബിൾ ബോണ്ട് OET,
ഈ ആൽഫ ഹൈഡ്രജൻ ഉണ്ടായിരിക്കണം എസ്റ്റേഴ്സ് ആയിരിക്കണം. അങ്ങനെയുള്ള എസ്റ്റേഴ്സിൽ മാത്രമേ സ്ട്രോങ് ബേസ് വരുമ്പോൾ അതിൽ നിന്ന് പ്രോട്ടോൺ അബ്സ്ട്രാക്ട് ചെയ്തിട്ട് നമുക്കൊരു ന്യൂക്ലിയോഫൈൽ ഫോം ചെയ്യാൻ പറ്റുള്ളൂ. ഈ ന്യൂക്ലിയോഫൈലാണ് അടുത്ത എസ്റ്ററിൽ പോയി അറ്റാക്ക് ചെയ്ത് കണ്ടൻസ് ചെയ്തിട്ട് നമുക്ക് ബീറ്റ കീറ്റോ എസ്റ്ററിന് തരുന്നത്. സോ അപ്പോൾ റിക്വയർമെൻറ്റ് എന്താണ്? എടുക്കുന്ന എസ്റ്റേഴ്സിന് 2 എസ്റ്റർ ഉണ്ട്, ആ എസ്റ്ററിൽ ആൽഫ ഹൈഡ്രജൻ ഉണ്ടായിരിക്കണം എന്നാണ് അതിൻ്റെ റിക്വയർമെൻറ്റ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഡിക്മാൻ കണ്ടൻസേഷൻ ഈസ് ആൻ ഇൻട്രാമോളിക്കുലാർ വേർഷൻ ഓഫ് വിച്ച് ഓഫ് ദ ഫോളോയിങ് റിയാക്ഷൻ ആണ്. നമ്മൾ ഓൾറെഡി ഇപ്പോൾ ഡിസ്കസ് ചെയ്ത റിയാക്ഷൻ എന്തായിരുന്നു? ക്ലേസൺ കണ്ടൻസേഷൻ ആയിരുന്നു. അവിടെ നമ്മൾ 2 എസ്റ്റേഴ്സ് ആയിരുന്നല്ലേ എടുത്തുകൊണ്ടിരുന്നത്, 2 എസ്റ്റേഴ്സ് ആണ് എടുക്കുന്നത്. ഇവിടെ ഒരു കോമ്പൗണ്ടിൽ തന്നെ എസ്റ്റർ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരു കോമ്പൗണ്ടിൽ തന്നെയായിരിക്കും ആ എസ്റ്റർ ഗ്രൂപ്പ് ഉണ്ടാവുക. അപ്പോൾ അതെന്താ? ഇൻട്രാമോളിക്കുലാർ ആയിട്ടുള്ള കണ്ടൻസേഷൻ നടന്നിട്ട്, അല്ലെങ്കിൽ ഇൻട്രാമോളിക്കുലാർ ഇതിന് വേറൊരു ഡിക്മാൻ കണ്ടൻസേഷന് വേറൊരു പേരും കൂടി ഉണ്ട്, ഡിക്മാൻ സൈക്ലൈസേഷൻ എന്ന് പറയും. കാരണം ഇവിടെ ഒരു സൈക്കിൾ ഫോം ചെയ്തിട്ടാണ്, നോർമലി ഉള്ള എസ്റ്റർ സൈക്ലൈസ് ചെയ്തിട്ടാണ് നമുക്ക് പ്രൊഡക്റ്റ് കിട്ടുന്നത്. ഓക്കെ, നമുക്കൊന്ന് റിയാക്ഷൻ നോക്കിയാലോ. ഇവിടെ നമ്മൾ പറഞ്ഞു ഇൻട്രാമോളിക്കുലാർ വേർഷൻ ഓഫ് ഏത് റിയാക്ഷൻ ആണ്? ക്ലേസൺ കണ്ടൻസേഷൻ ആണ്. അപ്പോൾ ഇവിടെ എടുക്കുന്ന എസ്റ്ററിലാണ് നമ്മൾ റിയാക്ഷൻ നടക്കുന്നത്. അപ്പോൾ സപ്പോസ് ഇങ്ങനത്തെ ഒരു കോമ്പൗണ്ട് എടുക്കുകയാണ്, CH2 COO3 and another. ഈ കോമ്പൗണ്ടിന്റെ പ്രത്യേകത എന്താണ്? നേരത്തെ നമ്മൾ 2 എസ്റ്റർ എടുത്തിരുന്നു അല്ലേ? ഇവിടെ 2 എസ്റ്റർ ഇല്ല, 2 എസ്റ്റർ എടുക്കുന്നില്ല, ഒറ്റ കോമ്പൗണ്ടിൽ തന്നെയാണ് 2 എസ്റ്റർ ഗ്രൂപ്പും വരുന്നത്. ഇത് സ്ട്രോങ് ബേസിന്റെ പ്രസൻസിൽ, നേരത്തെ എടുത്ത പോലെ ബേസിന്റെ പ്രസൻസിൽ റിയാക്ട് ചെയ്തിട്ട് നമുക്ക് ഇവിടെയും കിട്ടുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ബീറ്റ കീറ്റോ എസ്റ്റർ തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. C∩BondOET ആൽഫ ബീറ്റ, ഇതാണ് ആൽഫ ബീറ്റ. അപ്പോൾ ബീറ്റയിൽ കീറ്റോ ഉള്ള എസ്റ്റർ ആണ് നമുക്ക് ഇവിടെയും കിട്ടുന്നത്. ഡിക്മാൻ കണ്ടൻസേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഇന്റർമോളിക്കുലാർ വേർഷൻ ഓഫ് ക്ലേസൺ കണ്ടൻസേഷൻ തന്നെയാണ്. ഇവിടുന്ന് ഈ ഏതെങ്കിലും ഒരു ആൽഫ പൊസിഷനിൽ നിന്ന് ഹൈഡ്രജനെ ബേസ് സബ്സ്ട്രാക്ട് ചെയ്യും, എന്നിട്ട് അവിടെ ഫോം ചെയ്യുന്ന ന്യൂക്ലിയോഫൈൽ എന്ത് ചെയ്യും? ഈ ന്യൂക്ലിയോഫൈൽ ഈ കാർബണിൽ പോയി അറ്റാക്ക് ചെയ്തിട്ട് സൈക്ലൈസ് ചെയ്ത് ബാക്കി മെക്കാനിസത്തിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, ബാക്കി സൈക്ലൈസേഷൻ നടന്നിട്ട് നമുക്കൊരു ബീറ്റ കീറ്റോ എസ്റ്റർ കിട്ടും. ഓക്കെ, അപ്പോൾ ക്ലേസൺ കണ്ടൻസേഷനിലും ഡിക്മാൻ കണ്ടൻസേഷനിലും കിട്ടുന്ന പ്രൊഡക്റ്റ് എന്താണ്? ബീറ്റ കീറ്റോ എസ്റ്റർ ആണ് കിട്ടുന്നത്. പക്ഷേ ഡിക്മാൻ കണ്ടൻസേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇൻട്രാമോളിക്കുലാർ വേർഷൻ ഓഫ് ക്ലേസൺ കണ്ടൻസേഷൻ ആണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ടൈപ്പ് ഓഫ് കോമ്പൗണ്ട് ഈസ് ടിപ്പിക്കലി പ്രൊഡക്റ്റ് ഓഫ് ഡിക്മാൻ കണ്ടൻസേഷൻ? ഞാൻ ഓൾറെഡി ഇപ്പോൾ പറഞ്ഞു, ഡിക്മാൻ കണ്ടൻസേഷൻ ആണെങ്കിലും ക്ലേസൺ കണ്ടൻസേഷനാണെങ്കിലും നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ബീറ്റ കീറ്റോ എസ്റ്റർ ആണ്. ഡിക്മാൻ കണ്ടൻസേഷൻ്റെ പ്രത്യേകത എന്താണ്? ഇവിടെ ഇൻട്രാമോളിക്കുലാർ ആയിട്ടുള്ള ക്ലേസൺ കണ്ടൻസേഷനാണ് നടക്കുന്നത്. ഒരൊറ്റ കോമ്പൗണ്ടിൽ തന്നെ എസ്റ്റർ ഗ്രൂപ്പ് ഉണ്ടാവും, ആ എസ്റ്റർ ഗ്രൂപ്പ് ആയിരിക്കും റിയാക്ട് ചെയ്ത് സ്ട്രോങ് ബേസിൻ്റെ പ്രസൻസിൽ റിയാക്ട് ചെയ്തിട്ട് ബീറ്റ കീറ്റോ എസ്റ്റർ തരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോവിങ് കോമ്പിനേഷൻ ഈസ് ടിപ്പിക്കലി യൂസ്ഡ് ഇൻ ദ നോവനാഗൽ റിയാക്ഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ റിയാക്ഷൻ എന്താണെന്ന് അറിയണം. ആൽഡിഹൈഡ് ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. ആൽഡിഹൈഡ് അല്ലെങ്കിൽ ഒരു കീറ്റോണ് ആക്റ്റീവ് മെത്തിലിൻ ഗ്രൂപ്പുമായിട്ട്, ഇതാണ് ആക്റ്റീവ്, ശ്രദ്ധിക്കേണ്ട കാര്യം, ആക്റ്റീവ് മെത്തിലിൻ ഗ്രൂപ്പ്. അപ്പോൾ എന്താണ് ആക്റ്റീവ് മെത്തിലിൻ ഗ്രൂപ്പ് എന്ന് നോക്കണം, അത് പറഞ്ഞു തരാം. ആക്റ്റീവ് മെത്തിലിൻ ഗ്രൂപ്പുമായിട്ട് ചേർന്നിട്ട് ഒരു വീക്ക് ബേസിൻ്റെ പ്രസൻസിൽ നമുക്ക് ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട് കിട്ടുകയാണെങ്കിൽ ആ റിയാക്ഷനാണ് നോവനാഗൽ റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പം ഞാനിവിടെ പറഞ്ഞു ആക്റ്റീവ് മെത്തിലിൻ ഗ്രൂപ്പാണ് എടുക്കേണ്ടതെന്ന്. എന്താണ് ആക്റ്റീവ് മെത്തിലിൻ ഗ്രൂപ്പ്? നോക്കൂ, ഇതാണ് നമ്മുടെ മെത്തിലിൻ ഗ്രൂപ്പ്. ഇതിൽ ഹൈഡ്രജൻ ഹൈലി അസിഡിക് ആണ്, അല്ലെങ്കിൽ ഒരു ബേസ് വരുമ്പോൾ ആ ഹൈഡ്രജനെ അബ്സ്ട്രാക്ട് ചെയ്യാൻ വളരെ ഈസി ആണെങ്കിൽ ഇവിടെ ഈ മെത്തിലിൻ ഗ്രൂപ്പിനെ നമുക്ക് ആക്റ്റീവ് മെത്തിലിൻ ഗ്രൂപ്പ് എന്ന് വിളിക്കാം. അപ്പോൾ ഇപ്പം ഞാനിവിടെ എക്സ് എന്ന് ഡിനോട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ, ഇവിടെ സ്കീമിൽ ഞാൻ എക്സ് എന്ന് ഡിനോട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഗ്രൂപ്പുകൾ ഇവിടെ വരുന്ന നെഗറ്റീവ് ചാർജ് ഉണ്ടല്ലോ, ബേസ് വന്നിട്ട് ഈ പ്രോട്ടോണിനെ അബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ ഒരു നെഗറ്റീവ് ചാർജ് വരും. ഈ നെഗറ്റീവ് ചാർജിനെ സ്റ്റെബിലൈസ് ചെയ്യുന്ന ഗ്രൂപ്പുകളാണ് എങ്കിൽ ഇത് ഈസി ആയിട്ട് പ്രോട്ടോണിനെ കൊടുക്കും, ഇതൊരു ആക്റ്റീവ് മെത്തിലിൻ കോമ്പൗണ്ടായിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ ഈ എക്സ് എന്ന് പറയുന്ന കോമ്പൗണ്ട്സ് എങ്ങനെയായിരിക്കണം?
ഇലക്ട്രോൺ വിഡ്രോയിങ് ആയിരിക്കണം. അതായത് -m അല്ലെങ്കിൽ -I കാണിക്കുന്ന ഗ്രൂപ്പാണ് ഈ എക്സിൻ്റെ പ്ലേസിൽ വരുന്നതെങ്കിൽ ഇതൊരു ആക്റ്റീവ് മെത്തിലിൻ കോമ്പൗണ്ടായിട്ട് റിയാക്ട് ചെയ്യും. അപ്പോൾ ഏതൊക്കെയാണ് -m എന്ന് പറയുന്നത്? ഇപ്പോൾ എക്സാമ്പിൾ കാർബണൈൽ ഗ്രൂപ്പ്സ്, ഇപ്പോൾ കാർബോക്സിലിക് ആസിഡ്, എസ്റ്റേഴ്സ്, അല്ലെങ്കിൽ കീറ്റോണ്, നൈട്രോ ഗ്രൂപ്പ്, സയനോ ഗ്രൂപ്പ്, ഇവരൊക്കെ എക്സിൻ്റെ പ്ലേസിൽ വരികയാണെങ്കിൽ ഈ മെത്തിലിൻ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ആക്റ്റീവ് മെത്തിലിൻ ഗ്രൂപ്പ് ആവും. അങ്ങനെയുള്ള കോമ്പൗണ്ടാണ് നമുക്ക് ആക്റ്റീവ് മെത്തിലിൻ കോമ്പൗണ്ട് എന്ന് പറയുന്നത്. എക്സാമ്പിളായിട്ട് ഇപ്പോൾ CH2 COOH COOH ഇത് ഒരു ആക്റ്റീവ് മെത്തിലിൻ കോമ്പൗണ്ട് ആണ്. അല്ലെങ്കിൽ ഇപ്പോൾ COH പകരം നമുക്ക് എസ്റ്റർ എടുക്കാം, അതും ഒരു ആക്റ്റീവ് മെത്തിലിൻ കോമ്പൗണ്ട് ആണ്. അപ്പോൾ നോവനാഗിൽ റിയാക്ഷനിൽ ഒരു റിയേജന്റ് എന്ന് പറയുന്നത് എന്താണ്? ആക്റ്റീവ് മെത്തിലിൻ കോമ്പൗണ്ട് ആണ്. അത് വീക്ക് ബേസിന്റെ പ്രസൻസിൽ റിയാക്ട് ചെയ്യും, ആൽഡിഹൈഡ് അല്ലെങ്കിൽ കീറ്റോണുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് നമുക്ക് ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള കോമ്പൗണ്ട് കിട്ടും. അപ്പോൾ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്ന റിയേജന്റ് ഏതൊക്കെയാണെന്നാണ്. അപ്പോൾ ആൽഡിഹൈഡ് ഓർ കീറ്റോൺ നമുക്ക് യൂസ് ചെയ്യാം, പ്ലസ് ആക്റ്റീവ് മെത്തിലിൻ കോമ്പൗണ്ടുമായിട്ട് ചേർന്ന് വീക്ക് ബേസിന്റെ പ്രസൻസിലാണ് റിയാക്ഷൻ നടക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഇനി ഇതിൻ്റെ മെക്കാനിസം ഒന്ന് നോക്കിയേക്കാം. ഞാൻ പറഞ്ഞു ആക്റ്റീവ് മെത്തിലിൻ ഗ്രൂപ്പാണ് ഇവിടെ എടുക്കുന്നത് അല്ലേ. അപ്പോൾ ആക്റ്റീവ് മെത്തിലിൻ ഗ്രൂപ്പ് എടുക്കുന്നതുകൊണ്ട് ഒരു ഗുണം എന്താണ്? അത് ന്യൂക്ലിയോഫൈലായിട്ട് ആക്ട് ചെയ്യും. അതിൽ നിന്ന് ഒരു ബേസുമായിട്ട് വീക്ക് ബേസുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചു, ഇവിടെ വീക്ക് ബേസ് ആണ് എടുത്തിരിക്കുന്നത്. കാരണം ആക്റ്റീവ് മെത്തിലിൻ ഗ്രൂപ്പ് ആയതുകൊണ്ട് ഈസി ആയിട്ട് നമുക്ക് ഇപ്പോൾ COOH എടുക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു വീക്ക് ബേസ് തന്നെ യൂസ് ചെയ്താൽ മതി അതിൽ നിന്ന് പ്രോട്ടോൺ അബ്സ്ട്രാക്ട് ചെയ്യാൻ. ഓക്കെ, വീക്ക് ബേസ് എടുത്തു. അപ്പോൾ ഇതെന്ത് ചെയ്യും? ഈ പ്രോട്ടോണിനെ അബ്സ്ട്രാക്ട് ചെയ്തിട്ട് എന്തായിട്ട് മാറും? CH COOH. ഇതെന്തായിട്ട് ആക്ട് ചെയ്യും? ഇതിപ്പോൾ ഒരു ന്യൂക്ലിയോഫൈലായിട്ട് ആക്ട് ചെയ്യും അല്ലേ. അപ്പോൾ നമുക്ക് ഇലക്ട്രോഫൈൽ വേണം. ഇലക്ട്രോഫൈൽ എന്താണ്? നമ്മുടെ കാർബണൈൽ കോമ്പൗണ്ട്. നമ്മൾ എടുക്കുന്ന ആൽഡിഹൈഡ് ഓർ കീറ്റോൺ എന്തായിട്ട് ആക്ട് ചെയ്യും? ഇത് ഇലക്ട്രോഫൈലായിട്ട് ആക്ട് ചെയ്യും. ഓക്കെ, ഇനി ഈ ന്യൂക്ലിയോഫൈൽ വന്നിട്ട് ഈ കാർബണിനെ അറ്റാക്ക് ചെയ്യും. അപ്പോൾ CH COH ഇത് വന്നിട്ട് നമ്മുടെ കാർബണിനെ അറ്റാക്ക് ചെയ്യും. ഈ ഡബിൾ ബോണ്ട് ഇങ്ങോട്ട് മാറും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? RCO-, ഇവിടെ ഒരു H ഉണ്ട്, CH COOH. ഇതിനെ പ്രോട്ടോണേറ്റ് ചെയ്താൽ എന്താ സംഭവിക്കുക? ഈ O- OH ആയിട്ട് മാറും അല്ലേ. അപ്പം RCOH, ഇവിടെ ഒരു CH ഉണ്ട്, CH COH. ഓക്കെ, ഇനി ഇതിനെ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് എന്ത് ചെയ്യും? വാട്ടർ എലിമിനേറ്റ് ചെയ്യും. ഈ OHഉം Hഉം കൂടെ ചേർന്നിട്ട് വാട്ടർ എലിമിനേറ്റ് ചെയ്യും. അപ്പം നമുക്ക് എന്ത് കിട്ടും? RCH ഡബിൾ ബോണ്ട് COH. ഇവിടെ രണ്ട് COH ഗ്രൂപ്പ് അടുപ്പിച്ച് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അൺസ്റ്റേബിൾ ആയിട്ടാണ് തോന്നുന്നത്. അപ്പോൾ അത് ഹീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? കാർബൺ ഡൈ ഓക്സൈഡ് എഗെയിൻ എലിമിനേറ്റ് ചെയ്യും. കാർബൺ ഡൈ ഓക്സൈഡ് എലിമിനേറ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടും? RCH ഡബിൾ ബോണ്ട് C. ഇവിടെ നിന്നൊരു കാർബൺ ഡൈ ഓക്സൈഡ് എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെന്താ ഉള്ള? CH COOH ഉണ്ടാവും. ഇതെന്താണ്? ഇത് ആൽഫ പൊസിഷൻ, ഇത് ബീറ്റ പൊസിഷൻ. ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള ആസിഡ് കിട്ടി. അപ്പോൾ നോവനാജിൽ റിയാക്ഷൻ്റെ പ്രൊഡക്റ്റ് എന്താണ്? ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട് ആണ്. കാരണം ഇവിടെ COH എടുത്തത് കൊണ്ടാണ് നമുക്ക് എന്ത് കിട്ടിയത്? ആസിഡ് കിട്ടിയത്. ഇത് COH വരെ എസ്റ്റർ അല്ലെങ്കിൽ നൈട്രോ സയനോ ഗ്രൂപ്പ് ആണെങ്കിൽ കോമ്പൗണ്ട് മാറും. പക്ഷെ നമുക്ക് കിട്ടുന്ന കോമ്പൗണ്ട് എന്താണ്? ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള കോമ്പൗണ്ട് ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ മെയിൻ പ്രൊഡക്റ്റ് ഓഫ് നോവനാജിൽ കണ്ടൻസേഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. നോവനാജിൽ കണ്ടൻസേഷൻ്റെ പ്രൊഡക്റ്റ് എന്താണ്? ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള കോമ്പൗണ്ട് ആണ്. അപ്പം ഓപ്ഷൻ C ആണ് കറക്റ്റ് ആൻസർ, ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.
ക്ലെയ്സൺ-ഷ്മിത്ത് കണ്ടൻസേഷൻ ഈസ് മോസ്റ്റ് കോമൺലി ക്യാരിഡ് ഔട്ട് ബിറ്റ്വീൻ. എന്താണ് ക്ലെയ്സൺ-ഷ്മിത്ത് കണ്ടൻസേഷൻ? ക്ലെയ്സൺ-ഷ്മിത്ത് കണ്ടൻസേഷൻ എന്ന് പറഞ്ഞാൽ ഒരു മിക്സ്ഡ് ആൽഡോൾ കണ്ടൻസേഷൻ ആണ്. അവിടെ നമ്മൾ എടുക്കുന്ന എന്താണ്, 2 ടൈപ്പ് ഓഫ് ആൽഡിഹൈഡ് അല്ലെങ്കിൽ 2 ടൈപ്പ് ഓഫ് കീറ്റോൺ. ഒരു ആൽഡിഹൈഡ് എടുക്കുന്ന കീറ്റോൺ ഡിഫറൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ എടുക്കുന്ന ആലിഫാറ്റിക് ആയിട്ടുള്ള കീറ്റോൺ അല്ലെങ്കിൽ ആലിഫാറ്റിക് ആയിട്ടുള്ള ആൽഡിഹൈഡ് ആണ് എടുക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു മിക്സ്ഡ് ആൽഡോൾ കണ്ടൻസേഷൻ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഒന്ന് അരോമാറ്റിക് ആയിട്ടുള്ള ആൽഡിഹൈഡ് ആയിരിക്കും എടുക്കുന്നത്. PH C ഡബിൾ ബോണ്ട് OH, ഇത് ബെൻസാൽഡിഹൈഡ് ആണ്. ഇത് ആരോമാറ്റിക് ആൽഡിഹൈഡ് ആണ്. പ്ലസ് അലിഫാറ്റിക് ആയിട്ടുള്ള ആൽഡിഹൈഡ് ഓർ കീറ്റോൺ എടുക്കാം. ആൽഡിഹൈഡ് ഓർ കീറ്റോൺ എടുത്തു കഴിഞ്ഞിട്ട് അതൊരു ബേസിന്റെ പ്രസൻസിൽ ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള ആൽഡിഹൈഡ് ഓർ കീറ്റോൺ കിട്ടും. ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള ആൽഡിഹൈഡ് ഓർ കീറ്റോൺ കിട്ടും. ഇതേ പ്രൊഡക്റ്റ് തന്നെയാണല്ലേ ആൽഡോൾ കണ്ടൻസേഷനിൽ കിട്ടുന്നത്. പക്ഷേ ഇവിടെ എടുക്കുന്നത് എന്താണ്? ഒന്ന് ആരോമാറ്റിക് ആയിട്ടുള്ള ആൽഡിഹൈഡ് ആയിരിക്കും, രണ്ടാമത്തത് ആലിഫാറ്റിക് ആയിട്ടുള്ള ആൽഡിഹൈഡ് ഓർ കീറ്റോൺ ആയിരിക്കും എടുക്കുന്നത്. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ ആരോമാറ്റിക് ആൽഡിഹൈഡിന്റെ പ്രത്യേകത എന്താണ്? അതിൽ ആൽഫ ഹൈഡ്രജൻ ഇല്ല, അതുകൊണ്ട് തന്നെ അത് ഈനലൈസ് ചെയ്യത്തില്ല, ഈനോൾ ഫോം ചെയ്യത്തില്ല. അപ്പം എടുക്കേണ്ട അലിഫാറ്റിക് ആയിട്ടുള്ള ആൽഡിഹൈഡിന്റെ പ്രത്യേകത എന്താണ്? അതിനകത്ത് ഈനലൈസബിൾ ആയിട്ടുള്ള ഹൈഡ്രജൻ ഉണ്ടായിരിക്കണം. അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇപ്പം നമ്മൾ എടുക്കുന്നത് ഒന്നെങ്കിൽ ഇങ്ങനത്തെ CH3C ഡബിൾ ബോണ്ട് OCH3 അങ്ങനെയുള്ള ഒരു ആൽഡിഹൈഡ് ഓർ കീറ്റോൺ ആയിരിക്കണം നമ്മൾ എടുക്കേണ്ടത്. കാരണം എങ്കിൽ മാത്രമേ ഈനോള് ഫോം ചെയ്യുള്ളൂ. ഈനോൾ ഫോം ചെയ്താൽ മാത്രമേ നമുക്കൊരു ന്യൂക്ലിയോഫൈൽ ഉണ്ടാവുള്ളൂ. ആ ന്യൂക്ലിയോഫൈൽ പോയിട്ടാണ് നമ്മളുടെ കാർബണൈൽ ആരോമാറ്റിക് ആയിട്ടുള്ള ആൽഡിഹൈഡിൽ അല്ലെങ്കിൽ ആരോമാറ്റിക് ആൽഡിഹൈഡിലെ കാർബണിനെ അറ്റാക്ക് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? അപ്പോൾ ആ ഓപ്ഷൻ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ക്ലെയ്സൺ-ഷ്മിത്ത് കണ്ടൻസേഷനിൽ എന്താണ് മോസ്റ്റ് കോമൺലി ക്യാരിഡ് ഔട്ട് ചെയ്യുന്ന എന്ത് റിയേജൻസുമായിട്ടാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്ന് ആരോമാറ്റിക് ആൽഡിഹൈഡും എടുക്കും, അലിഫാറ്റിക് ആയിട്ടുള്ള ആൽഡിഹൈഡ് ഓർ കീറ്റോൺ നമുക്ക് എടുക്കും. കിട്ടുന്ന കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള ആൽഡിഹൈഡ് ഓർ കീറ്റോൺ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഓപ്ഷൻ C ആണ് കറക്റ്റ് ആൻസർ. ഇവിടെ എന്താ സംഭവിക്കുക? ബേസ് ഉണ്ട് അല്ലേ, അലിഫാറ്റിക് ആൽഡിഹൈഡ്. സപ്പോസ് നമ്മൾ CH3C ഡബിൾ അസറ്റോൺ ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ബേസ് എന്ത് ചെയ്യും? ഇതിലുള്ള പ്രോട്ടോണിനെ അബ്സ്ട്രാക്ട് ചെയ്യും. അസിഡിക് പ്രോട്ടോണിനെ അബ്സ്ട്രാക്ട് ചെയ്തിട്ട് എന്താവും? CH3C ഡബിൾ ബോണ്ടോ CH2 മൈനസ്. ഇതെന്ത് ചെയ്യും? ഇനലേറ്റ് ഫോം ചെയ്യും. ഇനലേറ്റ് ഫോം ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? CH3CO മൈനസ് ഡബിൾ ബോണ്ട് CH2 കിട്ടും. ഇതാണ് ഈ ഈനലേറ്റ് ആണ്. ഇത് ഈനലേറ്റ് അയോൺ ആണ്. ഈനലേറ്റ് അയോൺ ആണിത്. ഇതാണ് പോയിട്ട് നമ്മുടെ ബെൻസാൽഡിഹൈഡിലെ കാർബണിലെ ഞാൻ മെക്കാനിസം കംപ്ലീറ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇത് ഇങ്ങനെ വരും. ഇത് പോയിട്ടാണ് ബെൻസാൽഡിഹൈഡിലെ കാർബണിനെ അറ്റാക്ക് ചെയ്തിട്ട് ബാക്കി കണ്ടൻസേഷൻ നടന്നത് നമുക്ക് ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള ആൽഡിഹൈഡ് ഓർ കീറ്റോൺ കിട്ടുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഇന്റർമീഡിയറ്റ് ഈസ് ഇൻവോൾവ്ഡ് ഇൻ ക്ലെയ്സൺ-ഷ്മിത്ത് റിയാക്ഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞു, ക്ലെയ്സൺ-ഷ്മിത്ത് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു മിക്സ്ഡ് ആൽഡോൾ കണ്ടൻസേഷൻ ആണ്. അവിടെ നമ്മൾ എടുക്കുന്നത് അരോമാറ്റിക് ആയിട്ടുള്ള ആൽഡിഹൈഡും അലിഫാറ്റിക് ആയിട്ടുള്ള ആൽഡിഹൈഡ് ഓർ കീറ്റോൺ എടുക്കുകയാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞൊരു കാര്യമുണ്ട്, അലിഫാറ്റിക് ആയിട്ട് എടുക്കുന്ന ആൽഡിഹൈഡ് ഒരു കീറ്റോണിന് ഒരു പ്രത്യേകതയുണ്ട്. അവർ ഈനോലേറ്റ് അയോൺ അല്ലെങ്കിൽ ഈനോൾ ഫോം ചെയ്യുന്ന അയോൺസ് ആയിരിക്കണം. അതാണ് ഇന്റർമീഡിയറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അതാണ് ന്യൂക്ലിയോഫൈലായിട്ട് ഇവിടെ റിയാക്ഷനിൽ ആക്ട് ചെയ്യുന്നത്. ഈ ന്യൂക്ലിയോഫൈൽ പോയിട്ടാണ് ഈ ആരോമാറ്റിക് ആൽഡിഹൈഡിനെ അറ്റാക്ക് ചെയ്ത് കണ്ടൻസ് ചെയ്ത് നമുക്ക് പ്രൊഡക്റ്റ് തരുന്നത്. അപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്ന ഇവിടെ ജനറേറ്റ് ചെയ്യുന്ന ഇന്റർമീഡിയറ്റ് ഏതാണ്? ഇവിടെ ജനറേറ്റ് ചെയ്യുന്ന ഇന്റർമീഡിയറ്റ് എന്ന് പറഞ്ഞാൽ ഇനോലേറ്റ് അയോൺ ആണ്. അത് എവിടെ നിന്നാണ് ജനറേറ്റ് ചെയ്യുന്നത്? നമ്മൾ എടുക്കുന്ന അലിഫാറ്റിക് ആൽഡിഹൈഡ് ഓർ കീറ്റോണിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്ന ഇനോലേറ്റ് അയോൺ ആണ് ഇവിടെ ഇന്റർമീഡിയറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഓക്കെ,
ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് കോമ്പിനേഷൻ ഓഫ് റിയേജന്റ് ഈസ് യൂസ്ഡ് ഇൻ ബെൻസോയിൻ കണ്ടൻസേഷൻ എന്നാണ്. അപ്പോൾ ഒരു കാര്യം അറിയണം, എന്താണ് ബെൻസോയിൻ കണ്ടൻസേഷൻ എന്ന് പറഞ്ഞാൽ. രണ്ട് ആരോമാറ്റിക് ആയിട്ടുള്ള ആൽഡിഹൈഡ് സയനൈഡ് ആണ്. ഇവിടെ സയനൈഡ് ആണ് എന്തായിട്ട് ആക്ട് ചെയ്യപ്പെടുന്നത്, ഇവിടെ കാറ്റലിസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് സയനൈഡ് ആണ്. സയനൈഡിന്റെ പ്രസൻസിൽ റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് ബെൻസോയിൻ കിട്ടുന്നു. അപ്പോൾ ബെൻസോയിൻ എന്താണെന്നറിയണം. നമ്മൾ ശ്രദ്ധിച്ചാൽ മതി, ബെൻസോയിൻ കണ്ടൻസേഷൻ്റെ ഒരു ഈസി ആയിട്ടുള്ള ബെൻസോയിൻ കണ്ടൻസേഷൻ്റെ പ്രൊഡക്റ്റ് എന്തായിരിക്കും, ബെൻസോയിൻ ആയിരിക്കും. അപ്പോൾ ബെൻസോയിൻ എന്താണെന്ന് അറിഞ്ഞു വെച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി ഈസി ആവും. ബെൻസോയിൻ എന്ന് പറഞ്ഞാൽ ആൽഫ ഹൈഡ്രോക്സി കീറ്റോണിനെയാണ്, ആൽഫ ഹൈഡ്രോക്സി കീറ്റോണിനെയാണ് നമ്മൾ ബെൻസോയിൻ എന്ന് പറയുന്നത്. ഇതാണ് ബെൻസോയിൻ. ഓക്കെ, ഇത് എങ്ങനെയാണ് ഉണ്ടാകുന്ന, സയനൈഡ് ആണ് നമ്മളിവിടെ കാറ്റലിസ്റ്റ് ആയിട്ട് എടുക്കുന്നത്. സയനൈഡിന്റെ പ്രസൻസിൽ രണ്ട് അരോമാറ്റിക് ആയിട്ടുള്ള ആൽഡിഹൈഡ്, രണ്ട് PH3 ഡബിൾ ബോണ്ട് OH, ഇത് അരോമാറ്റിക് ആൽഡിഹൈഡ് ആണ്, ബെൻസാൽഡിഹൈഡ് ആണ്. ഇത് CN- പ്രസൻസിൽ നമുക്ക് റിയാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ബെൻസോയിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മെക്കാനിസം ഒന്ന് നോക്കിയേക്കാം. നമ്മൾ പറഞ്ഞു PH രണ്ട് അരോമാറ്റിക് ആയിട്ടുള്ള ആൽഡിഹൈഡാണ് എടുക്കുന്നത്. ഇവിടെ CN എന്ന് പറയുന്നത് CN- എന്ന് പറയുന്ന ഒരു ഗുഡ് ന്യൂക്ലിയോഫൈൽ ആണ്. കാരണം എന്താ, HCN എന്ന് പറയുന്ന ഒരു വീക്ക് ആസിഡ് ആണ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ കോൺജുഗേറ്റ് ബേസ് എന്ന് പറയുന്നത് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ന്യൂക്ലിയോഫൈൽ ആയിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ അതെന്ത് ചെയ്യും, നമ്മുടെ കാർബണിൽ പോയി അറ്റാക്ക് ചെയ്യും. അത് ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, PHO ഡബിൾ ബോണ്ട് O- ആയി മാറും. CO- CN H. ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ, O- ആണോ ഇവിടെ ബെറ്റർ ന്യൂക്ലിയോഫൈൽ ആക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഈ കാർബണിൽ ഒരു നെഗറ്റീവ് ചാർജ് വരുമ്പോഴാണോ അത് ബെറ്റർ ന്യൂക്ലിയോഫൈൽ ആയിട്ട് ആക്ട് ചെയ്യുക? കാരണം അടുത്ത ഒരു ആരോമാറ്റിക് ആയിട്ടുള്ള ആൽഡിഹൈഡ് കൂടെ നമ്മുടെ കയ്യിലുണ്ട്, അതാണ് കണ്ടൻസ് ചെയ്യേണ്ടത്. അപ്പോൾ ശ്രദ്ധിക്കുക, O- ആണോ അല്ലെങ്കിൽ C- ആണോ ബെറ്റർ ന്യൂക്ലിയോഫൈൽ ആയിട്ട് ആക്ട് ചെയ്യുക? ബെറ്റർ ന്യൂക്ലിയോഫൈൽ ആയിട്ട് ആക്ട് ചെയ്യപ്പെടുന്നത് C- ആണ്. കാരണം O എന്ന് പറഞ്ഞാൽ ഓക്സിജൻ എന്ന് പറഞ്ഞാൽ കാർബണിനേക്കാൾ കൂടുതൽ ഇലക്ട്രോനെഗറ്റീവ് ആണ്. അപ്പോൾ ഇവിടെ ഈ മോളിക്യൂളിൽ ഒരു ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ട്രാൻസ്ഫർ നടന്നിട്ട് ഈ O- OH ആയിട്ട് മാറും, C- ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ എങ്ങനെ കിട്ടും, PHCOH CN ഇവിടെ മൈനസ് വന്നു. അപ്പോൾ ഇതൊരു ബെറ്റർ ന്യൂക്ലിയോഫൈൽ ആണ് അല്ലേ. ഇതിനി എന്ത് ചെയ്യും, പോയിട്ട് അടുത്ത ഇവിടെ ബെൻസാൾഡിഹൈഡ് ഉണ്ട്, അതിനെ പോയി അറ്റാക്ക് ചെയ്യും. HC ഡബിൾ ബോണ്ട് OPH. ഇനി ഇത് ഈസി ആയിട്ട് പോയിട്ട് ഇവിടെ അറ്റാക്ക് ചെയ്യും, ഇവിടെ O- വരും. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്താണ്, PHCOH, ഇവിടെ ഒരു CN ഉണ്ട്, CHO- PH. ഇനി ഇവിടുത്തെ ഈ ഓക്സിജനിലെ ഓക്സിജനിലെ മൈനസ് എന്ന് പറയുന്നത് ഒരു ബേസ് ആയിട്ട് ആക്ട് ചെയ്യും. കാരണം എന്താണെന്നറിയോ, ഇവിടെ CN എന്ന് പറയുന്നത് കാറ്റലിസ്റ്റ് ആണ്. ഇത് നമുക്ക് റിയാക്ഷൻ്റെ കംപ്ലീറ്റ് പോയിട്ട് പ്രൊഡക്റ്റിൽ ഉണ്ടാവാൻ പാടില്ല. ഇതിന് നമുക്ക് റീജനറേറ്റ് ചെയ്യണം. അപ്പോൾ എന്താ സംഭവിക്കുക, ഇത് ഒരു ബേസ് ആയിട്ട് ആക്ട് ചെയ്തിട്ട് ഈ മോളിക്യൂളിലെ ഈ ഹൈഡ്രജൻ ഉണ്ടല്ലോ ഇതിനെ അങ്ങ് അബ്സ്ട്രാക്ട് ചെയ്യും. ഇതിനെ അബ്സ്ട്രാക്ട് ചെയ്തിട്ട് ഇവിടെ നമുക്ക് നെഗറ്റീവ് ചാർജ് വരും. അതെന്തുകൊണ്ടാണ്, റിയാക്ഷൻ മുൻപോട്ട് നടക്കണമെങ്കിൽ ഈ CN- നമുക്ക് റീജനറേറ്റ് ചെയ്യണം, എങ്കിൽ മാത്രമേ നമുക്ക് കാരണം ഇത് കാറ്റലിസ്റ്റ് അല്ലേ, അതിനെ റീജനറേറ്റ് ചെയ്യണം. കോമ്പൗണ്ടിൽ നമുക്ക് പ്രൊഡക്റ്റിൽ അത് ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ വീണ്ടും ഒരു ഇൻട്രാമോളിക്കുലർ പ്രോട്ടോൺ ട്രാൻസ്ഫർ നടന്നിട്ട് നമുക്ക് PHCO- ഇവിടെ ഒരു CN ഉണ്ട്, ഇവിടെ OH PH വരും. ഇനി എന്താണ്, ഈസി ആയിട്ട് നമുക്ക് CN-നെ റിമൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ കാറ്റലിസ്റ്റ് റീജനറേറ്റ് ചെയ്തു. പ്രൊഡക്റ്റ് എന്താണ്, PHC ഡബിൾ ബോണ്ട് O, ഇവിടെ ഒരു H കൂടെ ഉണ്ട് കേട്ടോ, അത് വിട്ടുപോയതാണ്, CHOH PH. ഇതെന്താണ്,
ഇത് ആൽഫയാണ്. ആൽഫയിൽ ഒരു OH ഗ്രൂപ്പ് വന്നു. അപ്പോൾ എന്താണ്? ആൽഫ ഹൈഡ്രോക്സി കീറ്റോൺ ആണ് നമുക്ക് കിട്ടിയത്. ആൽഫ ഹൈഡ്രോക്സി കീറ്റോൺ. ഈ ആൽഫ ഹൈഡ്രോക്സി കീറ്റോണിനെ തന്നെ പറയുന്ന പേരാണ് ബെൻസോയിൻ എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എന്തായിരുന്നു? റിയേജന്റ് ഏതൊക്കെയാണെന്നാണ്, ബെൻസോയിൻ കണ്ടൻസേഷന്റെ റിയേജന്റ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് 2 അരോമാറ്റിക് ആയിട്ടുള്ള ആൽഡിഹൈഡ് ആണ്, കാറ്റലിസ്റ്റ് ആയിട്ട് സയനൈഡ് ആണ് കാറ്റലിസ്റ്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ ടൈപ്പ് ഓഫ് പ്രൊഡക്റ്റ് ഫോംഡ് ഇൻ ബെൻസോയിൻ കണ്ടൻസേഷൻ? സിംപ്ലി ബെൻസോയിൻ കണ്ടൻസേഷന്റെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ബെൻസോയിൻ തന്നെയാണ്. അതെന്ന് പറയുന്നത് എന്താണ്? ആൽഫ ഹൈഡ്രോക്സി. ബെൻസോയിൻ്റെ പേരാണ് ആൽഫ ഹൈഡ്രോക്സി കീറ്റോൺ. ആൽഫ ഹൈഡ്രോക്സി കീറ്റോൺ ആണ് നമുക്ക് ജനറേറ്റ് ചെയ്യുന്നത്. റിയാക്ടൻ്റ് 2 ആരോമാറ്റിക് ആൽഡിഹൈഡ്, കാറ്റലിസ്റ്റ് സയനൈഡ് ആണ്. ഓക്കെ, അപ്പോൾ ആൽഫ ഹൈഡ്രോക്സി കീറ്റോൺ ആണ് നമുക്ക് കിട്ടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വാട്ട് ഈസ് ദ മെയിൻ റിയേജൻറ്റ് ഇൻ MPV റിഡക്ഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, MPV റിഡക്ഷൻ്റെ മെയിൻ റിയേജൻറ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അവർ. അപ്പോൾ ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് റിഡക്ഷൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തിൻ്റെ റിഡക്ഷൻ ആണ്? ആൽഡിഹൈഡ് ഓർ കീറ്റോൺ. ആൽഡിഹൈഡ് ഓർ കീറ്റോൺ. ഓക്കെ, ആൽഡിഹൈഡ് ഓർ കീറ്റോൺ റെഡ്യൂസ് ചെയ്താൽ എന്താ കിട്ടുക? ആൽഡിഹൈഡ് ആണ് റെഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് പ്രൈമറി ആൽക്കഹോളും, കീറ്റോൺ ആണ് റെഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് സെക്കൻഡറി ആൽക്കഹോളാണ് കിട്ടുന്നത്. ഇവിടെ എടുക്കുന്ന റിയേജന്റ് എന്ന് പറയുന്നത് അലൂമിനിയം ഐസോപ്രൊപ്പോക്സൈഡ് ഇൻ എക്സസ് ഓഫ് ഐസോപ്രൊപ്പനോൾ ആണ്. ഓക്കെ, അപ്പം നമുക്ക് ഇവിടെ നമ്മൾ എക്സസ് ഓഫ് ഐസോപ്രൊപ്പനോൾ ഉപയോഗിക്കുന്നുണ്ട്. ഐസോപ്രൊപ്പനോൾ എന്ന് പറഞ്ഞാൽ CH3 CHOH CH3. ഇതാണ് ഐസോപ്രൊപ്പനോൾ എന്ന് പറയുന്നത്. കാറ്റലിസ്റ്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് അലൂമിനിയം ഐസോപ്രൊപ്പോക്സൈഡ് AlOCHMe2. ഇതാണ് അലൂമിനിയം ഐസോപ്രൊപ്പോക്സൈഡ് എന്ന് പറയുന്നത്. ഇത് ഐസോപ്രൊപ്പോക്സൈഡ് ഗ്രൂപ്പാണ്. അത് അലൂമിനിയം ആയിട്ട് ചേരുമ്പോൾ അലൂമിനിയം ഐസോപ്രൊപ്പോക്സൈഡ് ഉണ്ടാകുന്നു. നമുക്ക് കിട്ടുന്നത് എന്താണ്? ആൽക്കഹോൾ ആണ്. ആൽഡിഹൈഡ് ആണ് എടുക്കുന്നതെങ്കിൽ പ്രൈമറി ആൽക്കഹോൾ കിട്ടും. കീറ്റോൺ ആണ് എടുക്കുന്നതെങ്കിൽ സെക്കൻഡറി ആൽക്കഹോൾ കിട്ടും. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണ്? മെയിൻ റിയേജന്റ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആയിട്ടുള്ള അലൂമിനിയം ഐസോപ്രൊപ്പോക്സൈഡ് ഇൻ എക്സസ് ഓഫ് ഐസോപ്രൊപ്പനോൾ. ഇവിടെ ഐസോപ്രൊപ്പനോൾ എക്സസ് എടുക്കും. അലൂമിനിയം ഐസോപ്രൊപ്പോക്സൈഡ് എന്താണ്? ഇവിടെ കാറ്റലിസ്റ്റ് ആയിട്ടും ആക്ട് ചെയ്യപ്പെടും. അപ്പം ആൽഡിഹൈഡ് കീറ്റോണ് റെഡ്യൂസ് ചെയ്യപ്പെടും എന്തായിട്ട്? ആൽക്കഹോളായിട്ട് റെഡ്യൂസ് ചെയ്യപ്പെടും. ഇതാണ് MPV റിഡക്ഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ മെക്കാനിസം ഓഫ് MPV റിഡക്ഷൻ ബേസ്ഡ് ഓൺ എന്നാണ്. അപ്പോൾ MPV റിഡക്ഷൻ്റെ മെക്കാനിസം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമ്മൾ പറഞ്ഞു ആൽഡിഹൈഡ് ഓർ കീറ്റോണിനെ റെഡ്യൂസ് ചെയ്യുകയാണെന്ന് പറഞ്ഞു. അപ്പം ആൽഡിഹൈഡ് അല്ലെങ്കിൽ കീറ്റോൺ തരുന്ന റിയാക്ഷൻ എന്താണ്? ഇത് നമ്മൾ എടുത്തിരിക്കുന്ന കീറ്റോൺ ആണ്. ഈ കീറ്റോൺ ജനറലി അല്ലെങ്കിൽ കാർബണൈൽ കോമ്പൗണ്ട്സ് ജനറലി തരുന്ന റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ന്യൂക്ലിയോഫിലിക് അഡിഷൻ റിയാക്ഷൻ ആണ് തരുന്നത്. അപ്പം ഇവിടെ ഒരു ന്യൂക്ലിയോഫൈൽ വേണം അല്ലേ? ആ ന്യൂക്ലിയോഫൈൽ ജനറേറ്റ് ചെയ്യുന്ന ആരാണ്? നമ്മൾ എടുക്കുന്ന കാറ്റലിസ്റ്റ് ആയിട്ടുള്ള അലൂമിനിയം ഐസോപ്രൊപ്പോക്സൈഡ് ആണ്. ഇതാണ് അലൂമിനിയം ഐസോപ്രൊപ്പോക്സൈഡ്. ഇതിലേതാണ് ന്യൂക്ലിയോഫൈലായിട്ട് ആക്ട് ചെയ്യപ്പെടുന്ന? ഈ ഹൈഡ്രൈഡ് ഉണ്ടല്ലോ, ഹൈഡ്രജൻ ഉണ്ടല്ലോ, ഈ ഹൈഡ്രജൻ ഇത് ഹൈഡ്രൈഡായിട്ട് പോകും. ഹൈഡ്രൈഡായിട്ട് പോയിട്ട് ന്യൂക്ലിയോഫൈലായിട്ട് ആക്ട് ചെയ്യും. അപ്പം ഇത് ഹൈഡ്രൈഡായിട്ട് പോയിട്ട് നമ്മുടെ കാർബണിനെ അറ്റാക്ക് ചെയ്യും. അപ്പോൾ ഇത് ഇവിടുന്ന് O- ആയിട്ട് പോകും. അപ്പം നമുക്ക് എന്ത് കിട്ടും? R. ഇതിപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ നമുക്കൊരു 6 മെമ്പേർഡ് ആയിട്ടുള്ള ഒരു ട്രാൻസിഷൻ സ്റ്റേറ്റ് വരും. ഈ ഹൈഡ്രൈഡ് കാർബണിനെ അറ്റാക്ക് ചെയ്യും. ഈ ഡബിൾ ബോണ്ട് O- ആയിട്ട് പോകും. ഈ O- നേരെ ചെന്നിട്ട് നമ്മുടെ അലൂമിനിയത്തിലോട്ട് ബോണ്ട് ഫോം ചെയ്യും. അപ്പോൾ അലൂമിനിയത്തിൽ ഈ ഓക്സിജൻ ബോണ്ട് എന്ത് ചെയ്യും? അത് ബ്രേക്ക് ചെയ്തിട്ട് C ഡബിൾ ബോണ്ട് ആയിട്ട് മാറും. ഇങ്ങനെ ഇവിടെ ഞാൻ ട്രാൻസിഷൻ സ്റ്റേറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഒരു 6 മെമ്പേർഡ് ട്രാൻസിഷൻ സ്റ്റേറ്റ് നമുക്ക് കിട്ടുന്നുണ്ട്.
അതായത് ഞാൻ പറഞ്ഞു ഹൈഡ്രൈഡ് പോയിട്ട് പുതിയ ബോണ്ട് കാർബണൈൽ കാർബണായിട്ട് ഫോം ചെയ്യുന്നുണ്ട് ഈ ബോണ്ട്. അത് കഴിഞ്ഞിട്ട് ആ ഡബിൾ ബോണ്ട് ബ്രേക്ക് ഇവിടെ ഒരു ഡബിൾ ബോണ്ട് ഉണ്ടായിരുന്നു, അത് ബ്രേക്ക് ചെയ്തിട്ട് അലൂമിനിയം ആയിട്ട് ന്യൂ ബോണ്ട് ഫോം ചെയ്തു. അലൂമിനിയം ഓക്സിജൻ തമ്മിലുള്ള ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് ഇവിടെ ഡബിൾ ബോണ്ട് ഫോം ചെയ്ത് ഇവിടെ അസറ്റോൺ ആയിട്ട് ഇത് റിമൂവ് ചെയ്യപ്പെടും. അസറ്റോൺ ആയിട്ട് റിമൂവ് ചെയ്യപ്പെടും. അപ്പോൾ ഇവിടെ പുതിയ കോമ്പൗണ്ട് ഫോം ചെയ്ത് എന്താണ്? ആർ സി ആർ ആർ ഡാഷ് സി എച്ച് പിന്നെ ഒരു അലൂമിനിയം പ്രൊപ്പോക്സൈഡിന്റെ ഐസോപ്രൊപ്പോക്സൈഡിന്റെ ഒരു കമ്പണന്റും കൂടി ഇവിടെ ആഡ് ചെയ്യപ്പെടും. ഇതാണ് ഒരു 6 മെമ്പേർഡ് റിംഗ് ആണ് നമുക്ക് ഇവിടെ ഫോം ചെയ്യുന്നത്. ഇനി ഇതിന്റെ മെക്കാനിസം എങ്ങനെയായിരിക്കും? ഇപ്പം നമുക്ക് പറഞ്ഞു നമ്മൾ ഹൈഡ്രേറ്റ് ട്രാൻസ്ഫർ നടന്നു, നമുക്ക് ഇങ്ങനെ ഒരു റിയേജന്റ് കിട്ടി. ഇനി റിയാക്ഷൻ മുന്നോട്ട് നടക്കണം അല്ലേ? ഈ അലൂമിനിയം ഐസോപ്രൊപ്പോക്സൈഡ് എന്ന് പറയുന്നത് എന്താണ്? കാറ്റലിസ്റ്റ് ആണ്. അത് റിയാക്ഷനിലെ പ്രൊഡക്റ്റിലൊന്നും വരാൻ പറ്റില്ല, അത് റീജനറേറ്റ് ചെയ്യണം. അപ്പം എന്താ നമ്മളിവിടെ എടുത്തിരിക്കണേ? ഐസോപ്രൊപ്പനോൾ എടുത്തിട്ടുണ്ട് അല്ലേ? ഐസോപ്രൊപ്പനോൾ ഹൈഡ്രജനെ, അതിനകത്തുള്ള അസിഡിക് ഹൈഡ്രജനെ ഈ കോമ്പൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നതിൽ ഇതാണ് നമ്മുടെ ഐസോപ്രൊപ്പനോൾ. ഇതിൽ ഏറ്റവും അസിഡിക് ആയിട്ടുള്ള ഹൈഡ്രജൻ ഏതാ? ഈ ഹൈഡ്രജൻ ആണോ അതോ ഇതാണോ? ഈ ഹൈഡ്രജൻ ആണ് അല്ലേ? കാരണം ഇത് ഓക്സിജനിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നതുകൊണ്ട് ഈ ഹൈഡ്രജൻ ആണ് അസിഡിക് ഹൈഡ്രജൻ. ഇതിവിടെ പോയി അറ്റാച്ച് ചെയ്തിട്ട് നമുക്ക് ആൽക്കഹോളും കിട്ടും. നമ്മുടെ കാറ്റലിസ്റ്റ് ആയിട്ടുള്ള അലൂമിനിയം ഐസോപ്രൊപ്പോക്സൈഡ് റീജനറേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ ഇതാണ് MPV റിഡക്ഷൻ എന്ന് പറയുന്നത്. ആൽഡിഹൈഡ് ഓർ കീറ്റോൺ ഐസോപ്രൊപ്പോക്സൈഡിന്റെ പ്രസൻസിൽ ഒരു ഹൈഡ്രൈഡ് ട്രാൻസ്ഫർ നടന്ന ഒരു 6 മെമ്പേർഡ് ട്രാൻസിഷൻ സ്റ്റേറ്റ് ഫോം ചെയ്ത് അതിനുശേഷം അത് എന്തായിട്ട് മാറും? ആൽക്കഹോളായിട്ട്. ആൽഡിഹൈഡ് ആണെങ്കിൽ പ്രൈമറി ആൽക്കഹോളും കീറ്റോൺ ആണെങ്കിൽ സെക്കൻഡറി ആൽക്കഹോളും ആയിട്ട് മാറും. ഇതാണ് MPV റിഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ എന്താണ്? എ ഹൈഡ്രേറ്റ് ട്രാൻസ്ഫർ വയ 6 മെമ്പേർഡ് ട്രാൻസിഷൻ സ്റ്റേറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, മനസ്സിലായല്ലോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് വിറ്റിക് റിയാക്ഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വിറ്റിക് റിയാക്ഷന്റെ പ്രൊഡക്റ്റ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വിറ്റിക് റിയാക്ഷൻ എന്താണ്? ആൽഡിഹൈഡ്, ഇവിടെയും ആൽഡിഹൈഡ് ആണ് എടുക്കുന്നത്. ആൽഡിഹൈഡ് ഓർ കീറ്റോൺ വിറ്റിക് റിയേജന്റുമായിട്ട് ചേർന്ന്. വിറ്റിക് റിയേജന്റ് എന്താണ്? ഫോസ്ഫോണിയം ഇലൈഡ് ആണ്. ഫോസ്ഫോണിയം, അതെന്താന്ന് പറയാം. ഫോസ്ഫോണിയം ഇലൈഡ് ആയിട്ട് ചേർന്നിട്ട് നമുക്ക് എന്ത് കിട്ടും? ആൽക്കീൻ ഫോം ചെയ്യും. ആൽക്കീൻ ഫോം ചെയ്യുന്ന റിയാക്ഷനെയാണ് നമ്മൾ വിറ്റിക് റിയാക്ഷൻ എന്ന് പറയുന്നത്. ഈ ഫോസ്ഫോണിയം ഇലൈഡ് എന്താ? നമുക്കിതറിയാം. PH3 എന്ന് പറഞ്ഞാൽ ഫോസ്ഫീൻ ആണ്. PH3P എന്ന് പറഞ്ഞാൽ ട്രൈഫിനൈൽ ഫോസ്ഫീൻ. ഇത് ഈ ഫോസ്ഫോണിയം ഇലൈഡ് അല്ലെങ്കിൽ വിറ്റിക് റിയേജന്റ് എന്ന് പറയുന്നത് എന്താണ്? അതൊരു ഓർഗാനോ ഫോസ്ഫറസ് കോമ്പൗണ്ട് ആണ്. നമുക്കറിയാം ഫോസ്ഫറസിൽ PH, ഇത് ഫിനൈൽ ഗ്രൂപ്പാണ് കേട്ടോ. ഫിനൈൽ PH 3 ബോണ്ട് ഉണ്ട്, ഇവിടെ 2 ഇലക്ട്രോണും ഉണ്ട്. ഇത് ഒരു CH2 ആയിട്ട് ബോണ്ട് ഫോം ചെയ്യുന്നു. ഇവിടെ ഒരു പ്ലസ് ചാർജും വരും, മൈനസ് ചാർജും വരും. ഇതാണ് ഫോസ്ഫോണിയം ഇലൈഡ് എന്ന് പറയുന്നത്. ഇതിനെ നമുക്ക് വേറൊരു രീതിയിൽ റെപ്രസെന്റ് ചെയ്യാം. PH3 ഫോസ്ഫറസ് ഡബിൾ ബോണ്ട് CH2 എന്നും നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ഇത് രണ്ടും കറക്റ്റ് ആണ് കേട്ടോ. ഇങ്ങനെ രണ്ടും എഴുതുന്നത് ഫോസ്ഫോണിയം ഇലൈഡ് ആണ്. അപ്പോൾ എന്താണ് ഇലൈഡ് എന്ന് പറഞ്ഞാൽ? 2 ഓപ്പോസിറ്റ്ലി ആയിട്ടുള്ള ചാർജ്ഡ് ആറ്റംസ് കണക്ട് ചെയ്തിട്ടുണ്ടാവണം. അവരുടെ ഒക്ടറ്റും കംപ്ലീറ്റ് ആയിരിക്കണം. ഇവിടെ ഒക്ടറ്റ് രണ്ടിൻ്റെയും, ഫോസ്ഫറസിൻ്റെയും കാർബണിൻ്റെയും ഒക്ടറ്റ് കംപ്ലീറ്റ് ആണ്. അങ്ങനെ ഓപ്പോസിറ്റ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ആറ്റം കണക്ട് ചെയ്തിട്ട് അവരുടെ ഒക്ടറ്റ് കംപ്ലീറ്റ് ആണെങ്കിൽ അങ്ങനത്തെ കോമ്പൗണ്ട്സിനെ നമ്മൾ പറയുന്ന പേരാണ് ഇലൈഡ് എന്ന് പറയുന്നത്. അങ്ങനത്തെ കോമ്പൗണ്ട്സിനെയാണ് നമ്മൾ ഇലൈഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ വിറ്റിക് റിയാക്ഷനിൽ എന്താണ് ഉണ്ടാകുന്നത്? ആൽഡിഹൈഡ് ഓർ കീറ്റോൺ ഫോസ്ഫോണിയം ഇലൈഡുമായിട്ട് ചേർന്നിട്ട് ആൽക്കീൻ ആണ് ഉണ്ടാകുന്നത്. ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ്? പ്രൊഡക്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ആൽക്കീൻ ആണ് ഉണ്ടാകുന്നത്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ പറഞ്ഞു ഫോസ്ഫോണിയം ഇലൈഡ് ഫോം ചെയ്യുന്നുണ്ട് അല്ലേ? ഇതാണ് നമ്മൾ ആൽഡിഹൈഡ് ഓർ കീറ്റോൺ എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ റിയാക്ഷൻ മെക്കാനിസം കംപ്ലീറ്റ് കാണിക്കുന്നില്ല. നമ്മുടെ ഫോസ്ഫോണിയം ഇലൈഡ് എന്ന് പറയുന്നത് PH3P ഡബിൾ ബോണ്ട് CH2.
ഇത് പ്ലസും മൈനസും ആയിട്ട് എഴുതുകയാണെങ്കിൽ ഇത് പോയിട്ടാണ്, ഇപ്പോൾ നമ്മൾ സപ്പോസ് ഇങ്ങനെയാണ് എഴുതുന്നതെങ്കിൽ പ്ലസ് ഇങ്ങനെയാണ് എഴുതുന്നതെങ്കിൽ ഇതെന്ത് ചെയ്യും, ഈ CH2 മൈനസ് ആണ് പോയി നമ്മുടെ കാർബണിനെ അറ്റാക്ക് ചെയ്യുന്നത്, എന്നിട്ടാണ് റിയാക്ഷൻ നടക്കുന്നത്. ഇതിനെ സിമ്പിളായിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാം, RZ∪OR, ഒരു ട്രിക്ക് പോലെ CH3P ആണ് എങ്കിൽ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്തായിരിക്കും? ഈ ആറിനെ നമുക്ക് ഈ C∪Oനെ മാറ്റിയിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാം, R'∪CH2 ഫോം ചെയ്യും. ഈ CH2നെ ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യുക, ഈ ഓക്സിജനെ ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യുക. അപ്പം നമുക്ക് എന്ത് കിട്ടും? PPH3P∪O എന്നും കിട്ടും. ഓക്കെ, ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ്. ആൽക്കീനാണ് നമ്മുടെ പ്രൊഡക്റ്റ്. ഇത് ഞാനൊരു ട്രിക്കായിട്ട് പറഞ്ഞതാണ്. ഈ ആൽഡിഹൈഡിലെ അല്ലെങ്കിൽ കീറ്റോണിലെ ഓയിനെ PPH3 മാറ്റുക, ഇതിനകത്തുള്ള ഈ CH2 ഗ്രൂപ്പിനെ ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ പ്രൊഡക്റ്റ് സിമ്പിളായിട്ട് എഴുതാൻ പറ്റും. ഈ കിട്ടിയ PPH3∪O എന്ന് പറയുന്നതിന് നമ്മൾ ട്രൈഫിനൈൽ ഫോസ്ഫീൻ ഓക്സൈഡ് എന്ന് പറയും. ഈ കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ ട്രൈഫിനൈൽ ഫോസ്ഫീൻ ഓക്സൈഡ് ആണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, വിറ്റിക് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ആൽഡിഹൈഡ് ഓർ കീറ്റോണിനെ ആൽക്കീനായിട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ്. നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ഫോസ്ഫോണിയം ഇലൈഡ് ആണ്. ഫോസ്ഫോണിയം ഇലൈഡ് എന്ന് പറഞ്ഞാൽ ഈ കോമ്പൗണ്ട് ആണ്. ഫോസ്ഫോണിയം ഇലൈഡ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇതിനെ നമുക്ക് ഇങ്ങനെയും റെപ്രസെൻറ്റ് ചെയ്യാം. ഈ രണ്ട് രീതിയിലും റെപ്രസെൻറ്റ് ചെയ്യുന്നത് ശരിയാണ്, കറക്റ്റ് ആയിട്ടുള്ളതാണ്. ഇവിടെ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ആൽക്കീനാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ കീ ഇന്റർമീഡിയറ്റ് ഇൻ ദ വിറ്റിക് റിയാക്ഷൻ എന്നാണ്. ഇന്റർമീഡിയറ്റ് എന്താണ് ഫോം ചെയ്യുന്നത്? ഇലൈഡ് ആണ് ഫോം ചെയ്യുന്നത്. നമ്മൾ കണ്ടു CH3P∪CH2. ഈ ഇലൈഡ് അല്ലെങ്കിൽ PH3P+CH2- എന്ന് പറഞ്ഞ ഇലൈഡ് ആണ് പോയിട്ട് നമ്മുടെ ആൽഡിഹൈഡ് ഓർ കീറ്റോണിനെ പോയി അറ്റാക്ക് ചെയ്തിട്ട് നമുക്ക് ആൽക്കീനിനെ തരുന്നത്. ഇതാണ് ഇന്റർമീഡിയറ്റ് വിറ്റിക് റിയാക്ഷനിൽ ഫോം ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് റിയാക്റ്റന്റ് ആർ ടിപ്പിക്കലി ഇൻവോൾവ് ഇൻ പെർക്കിൻ കണ്ടൻസേഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പെർക്കിൻ കണ്ടൻസേഷൻ എന്താണ്? പെർക്കിൻ കണ്ടൻസേഷൻ എന്ന് പറഞ്ഞാൽ അരോമാറ്റിക് ആയിട്ടുള്ള ആൽഡിഹൈഡ്, ആരോമാറ്റിക് ആൽഡിഹൈഡ് എക്സാമ്പിൾ ബെൻസാൽഡിഹൈഡ് PHC∪OH, ആലിഫാറ്റിക് ആയിട്ടുള്ള, ശ്രദ്ധിക്കണം, ആലിഫാറ്റിക് ആയിട്ടുള്ള ആസിഡ് അൻഹൈഡ്രൈഡ്, ആലിഫാറ്റിക് ആയിട്ടുള്ള ആസിഡ് അൻഹൈഡ്രൈഡുമായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ ആസിഡ് ഹൈഡ്രൈഡ്, ഇവിടെ എടുക്കേണ്ട ബേസ് എന്ന് പറഞ്ഞാൽ ഈ ആസിഡ് ഏതാണോ, ഇപ്പോൾ നമ്മൾ എടുക്കുന്നത് അസറ്റിക് അൻഹൈഡ്രൈഡ് ആണ് എടുക്കുന്നതെങ്കിൽ അതിൻ്റെ ബേസ് ആയിരിക്കണം, ആ ആസിഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബേസ് എടുക്കണം. അപ്പോൾ സോഡിയം അസറ്റേറ്റോ അങ്ങനെയുള്ള ബേസ് എടുക്കണം. CH3 ഇങ്ങനത്തെ ബേസ് ആയിരിക്കണം എടുക്കണം. ഈ ആസിഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബേസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് ആസിഡ് കിട്ടും. ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള ആസിഡ് കിട്ടും. ഇതാണ് പെർക്കിൻ കണ്ടൻസേഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ എന്താണ് റിയേജന്റ്? അരോമാറ്റിക് ആയിട്ടുള്ള ആൽഡിഹൈഡ് എടുക്കുക, അലിഫാറ്റിക് ആയിട്ടുള്ള ആസിഡ് അൺഹൈഡ്രേറ്റ് എടുക്കുക, ആ ആസിഡ് അൺഹൈഡ്രേറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബേസ് എടുക്കുക, ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള ആസിഡ് കിട്ടും. അപ്പോൾ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ഏതാണ് റിയേജന്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അരോമാറ്റിക് ആൽഡിഹൈഡ്, അസറ്റിക് അൻഹൈഡ്രൈഡ്. ഇപ്പോൾ അസറ്റിക് അൻഹൈഡ്രൈഡ് അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും അൺഹൈഡ്രൈഡ് എടുത്താൽ മതി. ഇവിടെ ഓപ്ഷനിൽ കൊടുത്തിരിക്കുന്ന അസറ്റിക് അൻഹൈഡ്രൈഡ് ആണ്. പ്രസൻസ് ഓഫ് എ ബേസ്, ഈ അസറ്റിക് അൻഹൈഡ്രൈഡ് ആണ് എടുക്കുന്നതെങ്കിൽ സോഡിയം അസറ്റേറ്റ് ആയിരിക്കണം ബേസ് ആയിട്ട് എടുക്കണം. ഈ ഇവിടെ എടുക്കുന്ന ഏതാണോ അൺഹൈഡ്രൈഡ് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബേസ് ആണ് നമ്മൾ എടുക്കുക. നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള ആസിഡ് ആയിരിക്കും കിട്ടുക.
അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ അലിഫാറ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ആസിഡ് അൺഹൈഡ്രേറ്റ് എടുക്കുന്നു, അതിൻ്റെ കൂടെ ഒരു ബേസും എടുക്കുന്നുണ്ട്. എന്താ, ഇപ്പോൾ നമ്മൾ സപ്പോസ് CH3 C ഡബിൾ ബോണ്ടോ O C ഡബിൾ ബോണ്ടോ CH3, ഇതാണ് നമ്മുടെ അസറ്റിക് അൺഹൈഡ്രേറ്റ്. ഇതിന് നമ്മൾ സോഡിയം അസറ്റേറ്റ് എടുത്തു, ACONA എന്ന് സോഡിയം, സോറി ഇവിടെ നെഗറ്റീവ് ഇവിടെ പ്ലസ്, സോഡിയം അസറ്റേറ്റ് നമ്മൾ എടുത്തു. ഇതെന്തായിരിക്കും ചെയ്യുക, ഇവിടെ ഈനോൾ ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ബേസ് എന്ത് ചെയ്യും, ഇതിൽ നിന്ന് പ്രോട്ടോണിനെ അബ്സ്ട്രാക്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ഫോം ചെയ്യും, CH2 മൈനസ് C ഡബിൾ ബോണ്ടോ O C ഡബിൾ ബോണ്ടോ CH3. ഇതെന്താണ്, ഒരു ഈനോൾ ആണ് അല്ലേ, ഇതിലിങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈനോൾ അയോൺ കിട്ടും. അപ്പോൾ ഈനോലേറ്റ് ആണ് ഇവിടെ ഫോം ചെയ്യുന്നത്. ഇത് പോയിട്ടാണ് ബെൻസാൾഡിഹൈഡിനെ, ബെൻസാൾഡിഹൈഡ് ഇവിടെ നമ്മൾ എഴുതുകയാണെങ്കിൽ PH C ഡബിൾ ബോണ്ട് OH എടുക്കുകയാണെങ്കിൽ ഇത് പോയിട്ടാണ് ഇവിടെ അറ്റാക്ക് ചെയ്യുന്നത്. ഈ കാർബണിനെ അറ്റാക്ക് ചെയ്തിട്ട് നമുക്ക് ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള ആസിഡ് കിട്ടുക. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ റോൾ ഓഫ് സോഡിയം അസറ്റേറ്റ് ഇൻ പെർക്കിൻ റിയാക്ഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോഡിയം അസറ്റേറ്റ് അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന ബേസ് എന്താണ് ചെയ്യുന്നത്, അവിടെ ജനറേറ്റ് ചെയ്യുന്നത് ഈനോൾ, അസറ്റിക് അൺഹൈഡ്രേറ്റ് ഉണ്ടല്ലോ, ആസിഡ് അൺഹൈഡ്രേറ്റിൽ നിന്ന് നമ്മൾ ഈനോളേറ്റിനെ ഫോം ചെയ്യും. ഇപ്പം നമ്മൾ സപ്പോസ് എടുത്തിരിക്കുന്നത്, ഞാനിവിടെ നേരത്തെയും പറഞ്ഞു, സോഡിയം അസറ്റിക് അൺഹൈഡ്രേറ്റ് ആണ് നമ്മൾ എടുക്കുന്ന ആസിഡ് അൺഹൈഡ്രേറ്റ് എങ്കിൽ OC ഡബിൾ ബോണ്ടോ CH3 ഇതാണ് എടുക്കുന്നതെങ്കിൽ നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള CH3 COONA എടുത്തു. ഇതാണ് ബേസ് എടുക്കുന്നത്, Na പ്ലസ് മൈനസ്. ഈ ബേസ് എന്ത് ചെയ്യും, പ്രോട്ടോണിനെ അബ്സ്ട്രാക്ട് ചെയ്തിട്ട് നമുക്ക് ഈനോളേറ്റിനെ ഫോം ചെയ്യും, CH3 C ഡബിൾ ബോണ്ടോ O C ഡബിൾ ബോണ്ടോ CH2 മൈനസ്. ഇതാണ് പോയിട്ട് എന്ത് ചെയ്യുക, ഇവിടെ അരോമാറ്റിക് ആയിട്ടുള്ള ആൽഡിഹൈഡിനെ പോയി PH C ഡബിൾ ബോണ്ടോ H ആണെങ്കിൽ അതിനെ പോയി അറ്റാക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് ബാക്കി റിയാക്ഷൻ നടന്നിട്ട് നമുക്ക് എന്ത് കിട്ടും, ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള ആസിഡ് കിട്ടും. ഓക്കെ, അപ്പോൾ എന്തിനു വേണ്ടിയാണ് ബേസ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്, ഈനോലേറ്റ് ഫോം ചെയ്യാൻ, അല്ലെങ്കിൽ ഈനോൾ അയോൺ ഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ബേസ് യൂസ് ചെയ്യുന്നത്. ഓപ്ഷൻ C ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ കീ മെറ്റൽ യൂസ്ഡ് ഇൻ ദ റിഫോമാസ്കി റിയാക്ഷൻ എന്നാണ് ചോദിച്ചിരിക്കുക. അപ്പോൾ റിഫോമാസ്കി റിയാക്ഷൻ എന്താണെന്നറിയാം അല്ലേ. അതെന്ന് പറഞ്ഞാൽ ആൽഡിഹൈഡ്, ഒരു കാർബണൈൽ കോമ്പൗണ്ട്, ആൽഡിഹൈഡ് ആവട്ടെ കീറ്റോൺ ആവട്ടെ, ഒരു കാർബണൈൽ കോമ്പൗണ്ട് ആൽഫ ഹാലോ എസ്റ്ററുമായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ, ഒരു മെറ്റലിൻ്റെ പ്രസൻസിൽ, മെറ്റൽ നമ്മളിവിടെ എടുക്കുന്നത് സിങ്ക് ആണ്, സിങ്കിൻ്റെ പ്രസൻസിൽ ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ബീറ്റ ഹൈഡ്രോക്സി എക്സ്റ്റർ കിട്ടുന്ന റിയാക്ഷനാണ് റിഫോമാസ്കി റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്, കാർബണൈൽ കോമ്പൗണ്ട്, സപ്പോസ് CH3 C ഡബിൾ ബോണ്ടോ H, ഇതാണ് നമ്മുടെ കാർബണൈൽ കോമ്പൗണ്ട്. ആൽഫ ഹാലോ എസ്റ്ററുമായിട്ട് റിയാക്ട് ചെയ്യുന്ന, എന്താണ് ആൽഫ ഹാലോ എസ്റ്റർ, എസ്റ്ററിൻ്റെ ആൽഫ പൊസിഷനിൽ ഒരു ഹാലജൻ വന്നു കഴിഞ്ഞാൽ അതിനെ നമ്മൾ എന്ത് പറയും, ആൽഫ ഹാലോ എസ്റ്റർ എന്ന് പറയും. ഓക്കെ, അതെങ്ങനെയാണ്, CH2 ഒരു എക്സാമ്പിളാണ്, CH2 X C ഡബിൾ ബോണ്ടോ OR. ഇത് മെറ്റലുമായിട്ട് ട്രീറ്റ് ചെയ്തു, സിങ്കുമായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ബീറ്റ ഹൈഡ്രോക്സി എസ്റ്റർ കിട്ടും. ഇതാണ് സിംപ്ലി റിഫോമാസ്കി റിയാക്ഷൻ എന്ന് പറയുന്നത്. ചോദിച്ചിരിക്കുന്നത് എന്താണ്, ഇവിടെ കീ മെറ്റൽ യൂസ് ചെയ്യുന്നത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ സിങ്ക് ആണ്. ഓക്കെ, ഇനി സിങ്കിൻ്റെ ഫംഗ്ഷൻ എന്താണെന്നുകൂടെ നമുക്ക് നോക്കാം. സിങ്കിൻ്റെ ഫംഗ്ഷൻ എന്താണ്, സിങ്ക് ഒരു മെറ്റലാണ് അല്ലേ, മെറ്റൽ എന്താ ചെയ്യുക, ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യും. അപ്പം നമുക്കിവിടെ ഇതാണ് നമ്മുടെ ആൽഫ ഹാലോ എസ്റ്റർ, ഇവിടെ എഴുതാം CH2 X C ഡബിൾ ബോണ്ടോ OR. നമ്മുടെ മെറ്റൽ എന്ത് ചെയ്യും, മെറ്റൽ അതിൻ്റെ ഇലക്ട്രോണിനെ ഓക്സിജൻ്റെ ആൻറ്റി ബോണ്ടിങ് ഓർബിറ്റലിലേക്ക് ഡൊണേറ്റ് ചെയ്യും. ആൻറ്റി ബോണ്ടിങ് ഓർബിറ്റലിൽ ഡൊണേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ, ഒരു ബോണ്ട് ബ്രേക്ക് ആവും. ആ ബോണ്ട് ഇവിടെ ബ്രേക്കായി ഇവിടുന്ന് ഹാലജൻ റിമൂവ് ആയി, X മൈനസ് ആയിട്ട്. എന്നിട്ട് നമുക്ക് ഇങ്ങനെ കിട്ടും CH2 ഡബിൾ ബോണ്ട് C OZN
എക്സ് ഒ ആർ കിട്ടി. ഇതെന്താണെന്നറിയോ? ഇതൊരു ഈനലേറ്റ് ആണ്, സിങ്ക് ഈനലേറ്റ്. സിങ്ക് ഈനലേറ്റ് ആണ് ഇത്. ഇതെന്തായിട്ട് ആക്ട് ചെയ്യുമെന്നറിയോ? ന്യൂക്ലിയോഫൈലായിട്ട് ആക്ട് ചെയ്യും. ന്യൂക്ലിയോഫൈലായിട്ട് ആക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ എടുത്തിരിക്കുന്ന അടുത്ത റിയേജന്റ് എന്താ? ആൽഡിഹൈഡ്, കാർബണൈൽ കോമ്പൗണ്ട്. അതിൽ ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള കാർബണൈൽ പോയിട്ട് ഇത് അറ്റാക്ക് ചെയ്യും. അപ്പം ഇതെങ്ങനെയാണ് നമുക്ക് നോക്കാം. ഇതാണ് നമ്മുടെ ആർ ഒ സി ഒ ഇസഡ് എൻ എക്സ് ഡബിൾ ബോണ്ട് CH2 പ്ലസ് സി ഡബിൾ ബോണ്ട് O CH3H. ഇതെന്ത് ചെയ്യുമെന്നറിയോ? ഈ ബോണ്ട് ഇവിടുന്ന് ബ്രേക്ക് ആവും. ഈ ബോണ്ട് ബ്രേക്കായിട്ട് ഈ ഈനലേറ്റ് ഇവിടെ അറ്റാക്ക് ചെയ്യും. എന്നിട്ട് ഈ സിങ്ക് ഇങ്ങോട്ടും പോയി. അപ്പം നമുക്ക് എന്താ കിട്ടുക? ആർ ഒരു മിനിറ്റ്, ആർ ഒ സി ഡബിൾ ബോണ്ട് O CH2 സി ഒ ഇസഡ് എൻ എക്സ്, ഇവിടെ ഒരു എച്ച് ഉണ്ട്, CH3. ഇതിനെ ജസ്റ്റ് ഹൈഡ്രലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് എച്ചിനെ ഇവിടെ ഹൈഡ്രലൈസ് ചെയ്യാണ്. വാട്ടർ ആഡ് ചെയ്യുമ്പോൾ ഇവിടെ എച്ച് ആഡ് ചെയ്യും അല്ലേ? അപ്പം എന്ത് കിട്ടും? ആർ ഒ സി ഡബിൾ ബോണ്ട് O CH2 CH OH CH3. ഇതെന്താണ്? ഇത് ആൽഫ പൊസിഷൻ, ഇത് ബീറ്റ പൊസിഷൻ. ബീറ്റ പൊസിഷനിൽ ഒരു ഹൈഡ്രോക്സി ഗ്രൂപ്പുള്ള എസ്റ്റർ നമുക്ക് കിട്ടി. എന്ത് കിട്ടി? ബീറ്റ ഹൈഡ്രോക്സി എസ്റ്റർ കിട്ടി. ഓക്കെ. അപ്പം ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ കീ മെറ്റൽ ഏതാണെന്നാണ്. മെറ്റലിൻ്റെ ഫംഗ്ഷനും കൂടെ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. സിങ്ക് ആണ് നമ്മൾ യൂസ് ചെയ്യുന്ന റിഫോമാസ്കി റിയാക്ഷനിൽ യൂസ് ചെയ്യുന്ന മെറ്റൽ എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് കോമ്പൗണ്ട് ഈസ് ടിപ്പിക്കലി ഫോംഡ് ഇൻ റിഫോമാസ്കി റിയാക്ഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞു, ആൽഡിഹൈഡ് ഓർ കീറ്റോൺ ആൽഫ ഹാലോ എസ്റ്റർ ആയിട്ട് സിങ്കിൻ്റെ പ്രസൻസിൽ ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? ബീറ്റ ഹൈഡ്രോക്സി എസ്റ്റർ ആണ് കിട്ടുക. അതാണ് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ബീറ്റ ഹൈഡ്രോക്സി എസ്റ്റർ ആണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ മെയിൻ ഇൻ്റർമീഡിയറ്റ് ഫോംഡ് ഡ്യൂറിങ് കേർട്ടിയസ് റീഅറേഞ്ച്മെന്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ കേർട്ടിയസ് റീഅറേഞ്ച്മെന്റ് എന്താ? അസൈലമൈഡ്. എന്താണ് അസൈലമൈഡ്? അസൈൽ അമൈഡ് അല്ല, അസൈഡ്. എന്താണ് അസൈഡ് എന്ന് പറയുന്നത്? ആർ സി ഡബിൾ ബോണ്ട് O. ഈ ഗ്രൂപ്പ് അസൈൽ ഗ്രൂപ്പാണ്. ഇനി അസൈഡ് വരണം അല്ലേ? അസൈഡ് എന്ന് പറഞ്ഞാൽ N3- ഗ്രൂപ്പാണ്. അപ്പോൾ ഇവിടെ N3 വന്നു കഴിഞ്ഞാൽ ഇതാണ് അസൈഡ്. ഇത് ഹീറ്റ് ചെയ്ത് ഹൈഡ്രലൈസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പ്രൈമറി അമീൻ കിട്ടും, RNH2 കിട്ടും. ഇതാണ് കേർട്ടിയസ് റീഅറേഞ്ച്മെന്റ് എന്ന് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? മെയിൻ ഇൻ്റർമീഡിയറ്റ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇതാണ് നമ്മുടെ അസൈഡ് N. ഇവിടെ നൈട്രജനിൽ 4 ബോൺസ് വന്നുകൊണ്ട് ഈ നൈട്രജനിൽ ഒരു പ്ലസ് ചാർജ് വരും, ഇതിനൊരു മൈനസ് ചാർജും വരും. ഇതിനെ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ ബോണ്ട് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആവും, ഈ ബോണ്ട് ഇങ്ങോട്ടും ട്രാൻസ്ഫർ ആവും. പക്ഷേ ഇതെന്താ? ഇതൊരു സിംപ്ലി റെസൊനേറ്റിംഗ് സ്ട്രക്ചറായിട്ട് മാത്രം നിൽക്കും. അപ്പോൾ എന്താ? ഈ ബോണ്ട് തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരും. ഈ R ഗ്രൂപ്പ് R- ആയിട്ട് പോകും. ഓക്കെ, അപ്പം നമുക്ക് എന്താ കിട്ടുക? ഇവിടെ കിട്ടുന്നത് O ഡബിൾ ബോണ്ട് C ഡബിൾ ബോണ്ട് N ട്രിപ്പിൾ ബോണ്ട് N പ്ലസ് എന്ന് കിട്ടും. പക്ഷേ ഈ R- മീഡിയത്തിൽ തന്നെ കിടക്കുന്നുണ്ട് അല്ലേ? ഈ R- എന്ത് ചെയ്യുമെന്നറിയോ? ഇത് പോയിട്ട് നൈട്രജനെ അറ്റാക്ക് ചെയ്യും.
ഈ റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആണ്. കാരണം എന്താണെന്നറിയോ, ഇവിടുന്ന് റിമൂവ് ആവുന്ന ആളെന്താ, നൈട്രജൻ ആണ്. നൈട്രജൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഗ്യാസ് ആണല്ലോ എലിമിനേറ്റ് ചെയ്യുക. അപ്പം അതിൻ്റെ എൻട്രോപ്പി ഇൻക്രീസ് ചെയ്യുക. അപ്പോൾ ഈ റിയാക്ഷൻ എന്ന് പറയുന്നത് എന്താണ്, സ്പോണ്ടേനിയസ് ആയിട്ട് നടക്കും. ഈസി ആയിട്ട്, വളരെ ഈസി ആയിട്ട് നടക്കുന്ന റിയാക്ഷനാണ്. ഇവിടെ നൈട്രജൻ ഗ്യാസ് എലിമിനേറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, RN ഡബിൾ ബോണ്ട് C ഡബിൾ ബോണ്ട് O. ഇതാണ് ഇന്റർമീഡിയറ്റ് ഐസോസയനേറ്റ്. RN വന്നുകൊണ്ട് സയനേറ്റ് ആണ്, O ആയിരുന്നു വരുന്നതെങ്കിൽ സയനൈഡ് ആയനെ. RNC ഡബിൾ ബോണ്ട് O കിട്ടും. ഇനി ഇതിനെ വാട്ടറുമായിട്ട് ട്രീറ്റ് ചെയ്യുക. ഇതിനെ വാട്ടറുമായിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, വാട്ടറുമായിട്ട് ട്രീറ്റ് ചെയ്ത് അത് കഴിഞ്ഞാൽ അതിൽ ഇന്റർമോളിക്കുലാർ എഴുതി കാണിച്ചു തരാം. ഓക്കെ, ഇനി ഇവിടെ വാട്ടർ വന്ന് ആഡ് ചെയ്തു. അപ്പം എന്താ സംഭവിക്കുക, ഈ കാർബണിലാണ് വാട്ടർ ആഡ് ചെയ്യുക. അപ്പം ഇത് RN മൈനസ് COH പ്ലസും വരും, C ഡബിൾ ബോണ്ടോ ഇവിടെ വരും. ഇവിടെ എന്താ സംഭവിക്കുക, ഓക്സിജനിൽ പ്ലസ് ചാർജ് വന്നിട്ടുണ്ട്, ഈ നൈട്രജനിൽ നെഗറ്റീവ് ചാർജ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഇൻട്രാ മോളിക്കുലാർ പ്രോട്ടോൺ ട്രാൻസ്ഫർ നടന്നിട്ട് ഈ പ്രോട്ടോണിനെ എടുക്കും, നൈട്രജൻ എടുക്കും, ഇങ്ങോട്ട് വരും. ഓക്കെ, അപ്പം എന്ത് കിട്ടി, RN കാര്യമുണ്ട്. ഇത് ഇവിടെ ഒരു പ്രോട്ടോൺ ഉണ്ട്, ഈ പ്രോട്ടോണിനെ നൈട്രജൻ എടുക്കും, ഈ ബോണ്ട് ഈ ഓക്സിജനിലേക്ക് പോകും. അപ്പോൾ ഓക്സിജനിൽ പ്ലസ് ചാർജ് പോകും, RNH COH ഡബിൾ ബോണ്ടോ വരും. ഇവിടെ ഇനി നടക്കാൻ പോകുന്ന സ്റ്റെപ്പ് എന്തായിരിക്കും, വളരെ സ്പോണ്ടേനിയസ് ആയിട്ടുള്ളൊരു സ്റ്റെപ്പായിരിക്കും. എന്താണെന്നറിയോ, ആ സ്റ്റെപ്പിൻ്റെ പ്രത്യേകത, അതും കാർബൺ ഡൈ ഓക്സൈഡ് ആണ് എലിമിനേറ്റ് ചെയ്യാൻ പോകുന്നത്. കാർബൺ ഡൈ ഓക്സൈഡ് എലിമിനേറ്റ് ചെയ്താൽ എന്താ ഗുണം എന്നറിയോ, കാർബൺ ഡൈ ഓക്സൈഡ് എലിമിനേറ്റ് ചെയ്താൽ അതിൻ്റെ എൻട്രോപ്പി ഇൻക്രീസ് ചെയ്യും. ഗ്യാസ് അല്ലേ എലിമിനേറ്റ് ചെയ്യുന്ന, ഗ്യാസ് എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എൻട്രോപ്പി ഇൻക്രീസ് ചെയ്യാം. അപ്പോൾ എന്താ, ഈ Hനെ ഇവിടുന്ന് ഇങ്ങോട്ട് പോകും, ഇവിടെ മൈനസ് ആവും. ഈ പോയ പ്രോട്ടോണിനെ ആരെടുക്കും, ഈ N മൈനസ് ആകുന്നതുകൊണ്ട് ഈ നൈട്രജൻ ആ പ്രോട്ടോണിനെ എടുത്തിട്ട് നമുക്ക് എന്ത് കിട്ടും, RNH2 പിന്നെ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് കിട്ടും. ഇതും സ്പോണ്ടേനിയസ് ആയിട്ട് നടക്കുന്നതാണ്, കാരണം എൻട്രോപ്പി ഇൻക്രീസ് ചെയ്യുന്ന പ്രോസസ്സാണ്. അപ്പോൾ ഇവിടുന്നും ആ പ്രോട്ടോണിനെ ഇൻട്രാമോളിക്കുലാർ പ്രോട്ടോൺ ട്രാൻസ്ഫർ നടന്നിട്ട് ഇവിടുന്ന് കാർബൺ ഡൈ ഓക്സൈഡ് എലിമിനേറ്റ് ചെയ്യും, ആ പ്രോട്ടോണിനെ നൈട്രജൻ അബ്സ്ട്രാക്ട് ചെയ്തിട്ട് നമുക്ക് പ്രൈമറി അമീൻ കിട്ടും. അപ്പോൾ ഉണ്ടാകുന്ന ഇന്റർമീഡിയറ്റ് എന്താണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഇന്റർമീഡിയറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഐസോസയനേറ്റ് ആണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. What is the final product when the isocyanate formed in the Curtius rearrangement treated with water എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് കിട്ടുന്നത്, നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തതേ ഉള്ളൂ, അത് അമീൻ ആണല്ലേ. നമുക്ക് കിട്ടുന്ന ഐസോസയനേറ്റ് വാട്ടറുമായിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതായിരുന്നു ഐസോസയനേറ്റ്, RN ഡബിൾ ബോണ്ട് C ഡബിൾ ബോണ്ട് O. ഇത് വാട്ടറുമായിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക, പ്രൈമറി അമീനാണ് കിട്ടുക. RN ഈ വാട്ടർ പോയിട്ട് കാർബണിനെ അറ്റാക്ക് ചെയ്യും, ഇവിടെ നെഗറ്റീവ് ചാർജ് വരും, RN മൈനസ് COH പ്ലസ് വരുന്നു, ഇവിടെ ഡബിൾ ബോണ്ടോ. ഇവിടെ എന്താ, ഇൻട്രാമോളിക്കുലാർ പ്രോട്ടോൺ ട്രാൻസ്ഫർ നടക്കും, ഈ പ്രോട്ടോണിനെ N എടുക്കും, ഈ ഓക്സിജനിൽ നെഗറ്റീവ് ചാർജ് മാറും, നമുക്ക് എന്ത് കിട്ടും, RNH C ഡബിൾ ബോണ്ടോ OH കിട്ടും. വീണ്ടും പ്രോട്ടോൺ ട്രാൻസ്ഫർ നടക്കും, കാരണം ഈ റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആണ്. ഇവിടുന്ന് ഈ പ്രോട്ടോണിനെ നൈട്രജൻ എടുക്കും, ഈ ബോണ്ട് ഇങ്ങോട്ട് വരും, ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യും. എന്തുകൊണ്ടാണ്, കാർബൺ ഡൈ ഓക്സൈഡ് എലിമിനേറ്റ് ചെയ്യും, റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആവും. അങ്ങനെ നമുക്ക് RNH2 കിട്ടും പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡും കിട്ടും. ഓക്കെ, ഇതാണ് റിയാക്ഷൻ. അപ്പോൾ എന്താ ചോദിച്ചിരിക്കുന്നത്, ഐസോസയനേറ്റിനെ വാട്ടറുമായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്, അമീനാണ് കിട്ടുന്നത് കേട്ടോ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം.
വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് റിക്വയർഡ് ഫോർ ദ ഹോഫ്മാൻ ബ്രോമമൈഡ് റിയാക്ഷൻ എന്നാണ്. ഹോഫ്മാൻ ബ്രോമമൈഡ് റിയാക്ഷനും കെർട്ടിയസ് റിയാക്ഷനും എന്ന് പറഞ്ഞാൽ വളരെ സിമിലർ ആയിട്ടുള്ള മെക്കാനിസം ഉള്ള റിയാക്ഷൻസ് ആണ്. ഓക്കെ, ഇനി ഹോഫ്മാൻ ബ്രോമമൈഡ് റിയാക്ഷൻ എന്താണെന്ന് നോക്കാം. അമൈഡ് ഇല്ലേ, ഈ പേരിൽ നിന്ന് തന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ കിട്ടും. ഹോഫ്മാൻ ബ്രോമമൈഡ് ഡീഗ്രഡേഷൻ എന്നാണ് ഇതിൻ്റെ ശരിക്കുള്ള പേര്. ഹോഫ്മാൻ ബ്രോമമൈഡ് ഡീഗ്രഡേഷൻ. അപ്പോൾ ഡീഗ്രഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമ്മൾ എടുക്കുന്ന റിയേജൻ്റ് ഏതാണോ അതിൽ നിന്ന് ഒരു കാർബൺ കുറഞ്ഞിട്ടുള്ളതായിരിക്കും നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. പിന്നെ ഒരു കാര്യം നെയിമിൽ നിന്ന് കിട്ടുന്ന ബ്രോമമൈഡ് ഉണ്ട്, അതിൽ നിന്ന് ഒരു കാര്യം ഓർത്ത് വെക്കാം, അമൈഡാണ് റിയാക്ടിങ് ഏജന്റ് എന്ന് ഓർത്ത് വെക്കാം. പിന്നെ ബ്രോമിൻ എന്ന് പറയുന്ന ഒരു റിയാജന്റും നമുക്കിവിടെ ഉണ്ട് എന്ന് ഓർത്ത് വെക്കാം. ഇത് ട്രിക്ക് ഒരു നമുക്ക് റിയാക്ഷൻ ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു തന്നതാണ്. ഓക്കെ, അപ്പോൾ റിയാക്ഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. അമൈഡില്ലേ, RC≡NH2. ഇത് ബ്രോമിനുമായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു ബേസ് എടുക്കുന്നുണ്ട്. ബേസ് ഏതാ, NaOH എടുക്കാം, അല്ലെങ്കിൽ KOH എടുക്കാം. NaOH or KOH എടുത്തു കഴിഞ്ഞിട്ട് പ്രൈമറി അമീൻ കിട്ടുന്ന റിയാക്ഷനാണ്, RNH2 കിട്ടുന്ന റിയാക്ഷനെയാണ് നമ്മൾ ഹോഫ്മാൻ ബ്രോമമൈഡ് റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ചോദിച്ചിരിക്കുന്നത് എന്താണ്, ഏതാണ് ഇതിനെ ഈ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏതാണ് റിയേജൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്? ബ്രോമിനും ഉണ്ട് ബേസ്, NaOH KOH ഓപ്ഷനിൽ തന്നിട്ടുണ്ടെങ്കിൽ രണ്ടും നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ബ്രോമിൻ ആൻഡ് NaOH ആണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത്. നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്താണ്, പ്രൈമറി അമീനാണ് കിട്ടുന്നത്. അമൈഡാണ് കേട്ടോ എടുക്കുന്നത്, അമൈഡ്. ഡീഗ്രഡേഷൻ എന്ന് പറഞ്ഞ കാര്യം മനസ്സിലായില്ലേ, ഇവിടുന്ന് ഒരു കാർബൺ കുറഞ്ഞിട്ടുള്ള പ്രൊഡക്റ്റാണ് നമുക്കിവിടെ കിട്ടുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ഹോഫ്മാൻ ബ്രോമമൈഡ് ഡീഗ്രഡേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ്ലി ഡിസ്ക്രൈബ് ദ ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഇൻ ഹോഫ്മാൻ ബ്രോമമൈഡ് റിയാക്ഷൻ എന്നാണ്. ഹോഫ്മാൻ ബ്രോമമൈഡ് റിയാക്ഷൻ എന്താണ്, അമൈഡിനെ RCONH2 ഇതിനെ നമ്മൾ പ്രൈമറി RNH2 ആയിട്ട് മാറ്റുന്ന റിയാക്ഷൻ, പ്രൈമറി അമീനായിട്ട് മാറ്റുന്ന റിയാക്ഷനാണ് ഹോഫ്മാൻ ബ്രോമമൈഡ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ. ഇതിൻ്റെ മെക്കാനിസം എന്ന് പറഞ്ഞാൽ ഇതിലുണ്ടാകുന്ന ഇൻ്റർമീഡിയറ്റ് എന്ന് പറഞ്ഞാൽ ആൽക്കൈൽ ഐസോസൈനേറ്റ്, കെർട്ടിയസ് റീഅറേഞ്ച്മെൻറ്റിൻ്റെ പോലത്തെ തന്നെ ഇൻ്റർമീഡിയറ്റ് ആണ്. അതിനെ ഹൈഡ്രലൈസ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്ന, പ്രൈമറി അമീൻ കിട്ടുന്നത്. അപ്പോൾ ഹോഫ്മാൻ്റെ ബ്രോമമൈഡ് റിയാക്ഷൻ്റെ മെക്കാനിസം ഞാൻ പറയുന്നില്ല, ഓൾറെഡി കെർട്ടിയസ് കെർട്ടിയസ് റീഅറേഞ്ച്മെൻറ്റുമായിട്ട് സിമിലർ ആയിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ പ്രൈമറി അമീനാണ്, RCONH2 ആണ് നമ്മൾ എടുക്കുന്ന റിയേജൻ്റ്. അമൈഡ് എടുത്തിട്ട് അമീൻ ഉണ്ടാക്കുന്ന റിയാക്ഷനാണ് ഹോഫ്മാൻ ബ്രോമമൈഡ് ഡീഗ്രഡേഷൻ എന്ന് പറയുന്നത്. ഉണ്ടാകുന്ന ഇൻ്റർമീഡിയറ്റിൻ്റെ പേരും കൂടെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക, ആൽക്കൈൽ ഐസോസൈനേറ്റ്. അത് തന്നെയാണ് കെർട്ടിയസ് റിയേജൻറ്റിലും ഉണ്ടാകുന്നത്, ഐസോസൈനേറ്റ് തന്നെയാണ് ഇവിടെയും ഇൻ്റർമീഡിയറ്റ് ആയിട്ട് ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യം ഓർത്തു വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ ഫോർ ദ ബെൻസിലിക് ആസിഡ് റീഅറേഞ്ച്മെൻറ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ബെൻസിലിക് ആസിഡ് റീഅറേഞ്ച്മെൻറ്റ് എന്താണ്, 1,2-ഡൈക്കീറ്റോൺ R(C)≡R. ഇതെന്താ, 1,2-ഡൈ R' എന്ന് കൊടുക്കാം. 1,2-ഡൈക്കീറ്റോൺ ബേസിൻ്റെ പ്രസൻസിൽ, OH- പ്രസൻസിൽ എന്ത്, ആൽഫ ഹൈഡ്രോക്സി കാർബോക്സിലിക് ആസിഡായിട്ട് മാറുന്ന റിയാക്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബെൻസിലിക് ആസിഡ് കാർബോക്സിലിക് ആസിഡ്. ഓക്കെ, ബെൻസിലിക് ആസിഡ് റീഅറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ്, 1,2-ഡൈക്കീറ്റോൺ ബേസിൻ്റെ പ്രസൻസിൽ ആൽഫ ഹൈഡ്രോക്സി കാർബോക്സിലിക് ആസിഡ് ആകുന്ന റിയാക്ഷനാണ് നമ്മുടെ ബെൻസിലിക് ആസിഡ് റീഅറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത്. ഈ ആൽക്കൈൽ ഗ്രൂപ്പിന് ഒരു പ്രത്യേകതയുണ്ട്, ഇതിൽ ആൽഫ ഹൈഡ്രജൻ ഉണ്ടാവാൻ പാടില്ല. കാരണം ആൽഫ ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ ബേസിൻ്റെ പ്രസൻസിൽ അത് ആൽഡോൾ കണ്ടൻസേഷൻ നടക്കും. അതുകൊണ്ട് നമ്മൾ എടുക്കുന്ന ആൽക്കൈൽ ഗ്രൂപ്പിൽ ആൽഫ ഹൈഡ്രജൻ ഉണ്ടാവാൻ പാടില്ല. ആ ഗ്രൂപ്പ് എന്ത് വേണേലും ആകാം കേട്ടോ, ആൽക്കൈൽ ഗ്രൂപ്പ് ആകാം, അരൈൽ ഗ്രൂപ്പ് ആകാം. അങ്ങനെ 1,2-ഡൈക്കീറ്റോൺ
ബേസിൻ്റെ പ്രസൻസിൽ ആൽഫ ഹൈഡ്രോക്സി കാർബോക്സിലിക് ആസിഡ് ആവുന്ന റിയാക്ഷനെയാണ് നമ്മൾ ബെൻസിലിക് ആസിഡ് റീഅറേഞ്ച്മെൻ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്താണ് 1,2 ഡൈക്കീറ്റോൺ ആണ്. ഇവിടെ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് എന്താ ആൽഫ ഹൈഡ്രോക്സി കീറ്റോൺ. ആൽഫ ഹൈഡ്രോക്സി കീറ്റോൺ എന്ന് പറഞ്ഞാൽ എന്താണ് ബെൻസോയിൻ കണ്ടൻസേഷൻ്റെ പ്രൊഡക്റ്റ് ആണ്. ഇപ്പോൾ PH C ഡബിൾ ബോണ്ടോ CHOH ഹൈഡ്രോക്സി കീറ്റോൺ. ഇതാണ് നമ്മുടെ ബെൻസോയിൻ കണ്ടൻസേഷൻ്റെ പ്രൊഡക്റ്റ്. അതാണ് ഫസ്റ്റ് ഓപ്ഷൻ കൊടുത്തിരിക്കുന്ന ആൽഫ ഹൈഡ്രോക്സി കീറ്റോൺ. അതല്ല, ഓപ്ഷൻ എ അല്ല. ഓപ്ഷൻ ബി എന്താ പറഞ്ഞിരിക്കുന്നത് ഡൈക്കീറ്റോൺ എന്നാണ്. ശരിക്കും ഡൈക്കീറ്റോൺ ആണ് എടുക്കേണ്ടത്, പക്ഷേ 1,2 ഡൈക്കീറ്റോൺ ആണ് അല്ലേ. സപ്പോസ് നമ്മളിങ്ങനെ CH3 C ഡബിൾ ബോണ്ടോ CH2 C ഡബിൾ ബോണ്ടോ CH3 ഇതെടുക്കുകയാണെങ്കിൽ ഇതെന്താ 1,3 ഡൈക്കീറ്റോൺ ആണ്. 1,3 ഡൈക്കീറ്റോൺ എന്ത് തരില്ല, ബെൻസിലിക് ആസിഡ് റീഅറേഞ്ച്മെൻറ്റ് തരില്ല. അപ്പോൾ ഡൈക്കീറ്റോണിൽ തന്നെ 1,2 ഡൈക്കീറ്റോൺ ആണ്. ഓപ്ഷനിൽ പക്ഷേ അങ്ങനെ 1,2 എന്ന് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഡൈക്കീറ്റോണും അല്ല. പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത് ബെൻസോയിൻ. ബെൻസോയിൻ എന്ന് പറഞ്ഞാൽ ബെൻസോയിൻ കണ്ടൻസേഷൻ്റെ പ്രൊഡക്റ്റ് ആണ്. അത് ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. ഇതാണ് ആൽഫ ഹൈഡ്രോക്സി കീറ്റോണിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ബെൻസോയിൻ എന്ന് പറയുന്നത്. ആൽഫ ഹൈഡ്രോക്സി കീറ്റോണിനെയാണ് നമ്മൾ ബെൻസോയിൻ എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത ഓപ്ഷനിൽ എന്താ തന്നിരിക്കുന്നത് ബെൻസിൽ എന്നാണ് പറയുന്നത്. ബെൻസിൽ എന്നാണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ബെൻസിലാണ്. ബെൻസിൽ എന്ന് പറഞ്ഞാൽ എന്താണ് PH C ഡബിൾ ബോണ്ടോ PH. ഇതാണ് നമ്മുടെ ബെൻസിൽ എന്ന് പറയുന്നത്. ഇത് ഡൈക്കീറ്റോ 1,2 ഡൈക്കീറ്റോൺ ആണ്. ഇവിടെ ആൽഫ ഹൈഡ്രജൻ ഇല്ല. ഇത് ബെൻസിലിക് ആസിഡ് റീഅറേഞ്ച്മെൻറ്റ് തരും. അതുകൊണ്ട് ഇതിന് വേറൊരു പേരുണ്ട് ബെൻസിലിക് ആസിഡ് റീഅറേഞ്ച്മെൻറ്റ് എന്ന് പറയും. ഈ റിയേജൻറ്റ് നമ്മൾ എടുക്കുന്നത് ബെൻസിലാണെങ്കിൽ ഈ റിയാക്ഷനെ നമുക്ക് ബെൻസിലിക് ആസിഡ് റീഅറേഞ്ച്മെൻറ്റ് എന്നും പറയും. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ബേസ് ഈസ് കോമൺലി യൂസ്ഡ് ഇൻ ബെൻസിലിക് ആസിഡ് റീഅറേഞ്ച്മെൻറ്റ് എന്ന് പറഞ്ഞാൽ സാധാരണ ബെൻസിലിക് ആസിഡ് റീഅറേഞ്ച്മെൻറ്റിൽ NaOH അല്ലെങ്കിൽ KOH ആണ് ബേസ് ആയിട്ട് എടുക്കുന്നത്. കാരണം OH- ആണ് ഇവിടെ ന്യൂക്ലിയോഫൈലായിട്ട് ആക്ട് ചെയ്യപ്പെടുന്നത്. OH- ജനറേറ്റ് ചെയ്യുന്ന ഒരു ബേസ് ആയിരിക്കണം നമ്മൾ ബെൻസിലിക് ആസിഡിൽ എടുക്കേണ്ടത്. അതാണ് പോയിട്ട് ഡൈക്കീറ്റോണിൽ അറ്റാക്ക് ചെയ്യുന്നത് ന്യൂക്ലിയോഫൈൽ എന്ന് പറയുന്നത്. ഓക്കെ, മെക്കാനിസം കംപ്ലീറ്റ് എഴുതുന്നില്ല. ഇത് പോയിട്ടാണ് ന്യൂക്ലിയോഫൈലായിട്ട് OH- ആണ് ഇവിടെ ന്യൂക്ലിയോഫൈലായിട്ട് എടുക്കുക. അപ്പോൾ എടുക്കുന്ന ബേസ് എന്ന് പറയുന്നത് OH പ്രൊവൈഡ് ചെയ്യാൻ പറ്റിയ ബേസ് ആയിരിക്കണം. അപ്പോൾ ഓപ്ഷനിലുള്ളത് ഏതാണ് NaOH ആണ്. അപ്പോൾ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ ടിപ്പിക്കൽ സബ്സ്ട്രേറ്റ് ഇൻ ദ പിനക്കോൾ റീഅറേഞ്ച്മെൻറ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ പിനക്കോൾ റീഅറേഞ്ച്മെൻറ്റിൽ എടുക്കുന്ന 1,2 ഡയോൾ ആണ്. 1,2 ഡയോളോ അല്ലെങ്കിൽ വിസിനൽ ഡയോൾ എന്ന് പറയും. സപ്പോസ് CH3 OH COH CH3 ഇതിനെ പറയുന്ന പേരാണ് പിനക്കോൾ എന്ന് പറയുന്നത്. പിനക്കോൾ. അപ്പോൾ ഇത് നോക്ക് 1,2 ഡയോൾ അല്ലെങ്കിൽ വിസിനൽ അടുത്തടുത്തുള്ള കാർബണിലുള്ള OH ഗ്രൂപ്പാണ് നമ്മൾ പിനക്കോൾ റീഅറേഞ്ച്മെൻറ്റിൽ സബ്സ്ട്രേറ്റ് ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ എന്താണ് ഡയോൾ അല്ലെങ്കിൽ വിസിനൽ ഡയോൾ ആണ് നമ്മൾ എടുക്കുന്നത്. എന്തിൻ്റെ പ്രസൻസിലാണ്? ഒരു ആസിഡിൻ്റെ പ്രസൻസിലാണ് നമ്മൾ ഈ റിയാക്ഷൻ നടക്കുന്നത്. എന്നിട്ട് നമുക്കൊരു കാർബണൈൽ കോമ്പൗണ്ട് കിട്ടും. അപ്പോൾ ഇതാണ് പിനക്കോൾ റീഅറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ ഡ്രൈവിംഗ് ഫോഴ്സ് ഓഫ് പിനക്കോൾ റീഅറേഞ്ച്മെൻറ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ മെക്കാനിക്സ് അറിയണം. നമ്മൾ പിനക്കോൾ ആണ് എടുക്കുന്നത്. പിനക്കോൾ റീഅറേഞ്ച്മെൻറ്റിൽ വിസിനൽ അല്ലെങ്കിൽ 1,2 ഡയോൾ CH3 OH CH3 OH CH3 എന്തിൻ്റെ പ്രസൻസിലാണ്? ആസിഡിൻ്റെ പ്രസൻസിലാണ് H+. ഓക്കെ, ഈ ആസിഡിന് എന്താ ഇലക്ട്രോൺ ആവശ്യമാണ് അല്ലേ. അപ്പോൾ ഇവിടെ ഓക്സിജനിൽ 2 ലോൺ പെയേഴ്സ് ഉണ്ട്. ഓക്സിജൻ എന്ത് ചെയ്യും? ഈ പ്രോട്ടോണിനെ അബ്സ്ട്രാക്ട് ചെയ്യും. എന്നിട്ട് CH3 OH ഇവിടെ എന്താ CH3 OH2 പ്ലസ് ആവും.
ഇതൊരു ബെറ്റർ ലിവിങ് ഗ്രൂപ്പാണ് അല്ലേ, വാട്ടറായിട്ട് ഇതിനെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ഈ OH2+ എന്ന് പറയുന്നത് നമുക്ക് വാട്ടറായിട്ട് എലിമിനേറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും, ഒരു കാർബോക്യാറ്റോൺ ജനറേറ്റ് ചെയ്യും. CH3 COH CH3 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 ഇവിടെ ഒരു പ്ലസ് ചാർജ്. അപ്പോൾ ഇവിടെ നോക്ക്, ഈ കാർബോക്യാറ്റോൺ എന്ന് പറഞ്ഞാൽ എന്താണ്, ടെർഷറി കാർബോക്യാറ്റോൺ ആണ്. ഇത് സ്റ്റേബിൾ ആണല്ലേ, എന്നിട്ടും ഇവിടെ ഒരു ആൽക്കൈൽ ഷിഫ്റ്റ് നടക്കുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കും? ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഒരു കാർബോക്യാറ്റോൺ നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഇവിടുന്ന് ഈ CH3 ഗ്രൂപ്പ് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ആവും, ആൽക്കൈൽ ഷിഫ്റ്റ് നടക്കും. ഓക്കെ, അപ്പം നമുക്ക് എന്ത് കിട്ടും? CH3 ഇവിടെ OH, ഇവിടെ പ്ലസ് കാർബോക്യാറ്റോൺ ഇവിടെ വരും, CH3 അപ്പം എന്തുകൊണ്ടാണ് ആൽക്കൈൽ ഷിഫ്റ്റ് ഇവിടെ നടക്കുന്നത്? ഇവിടുന്ന് ഒരു ബെറ്റർ കാർബോക്യാറ്റോൺ കിട്ടും. കാരണം എന്താ, ഇവിടെ കാർബോക്യാറ്റോണിനെ സ്റ്റെബിലൈസ് ചെയ്യുന്ന ഫാക്ടർ എന്ന് പറയുന്നത് +A എഫക്റ്റ് ആണ്. ഇവിടെ കാർബോക്യാറ്റോണിനെ ഈ ലോൺ പെയർ വെച്ച് റെസണൻസ് വഴിയാണ് സ്റ്റെബിലൈസ് ചെയ്യുന്നത്. ഏതാണ് ബെറ്റർ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബെറ്റർ ഇലക്ട്രോണിക് ഓപ്ഷൻ എന്ന് പറയുന്നത് ഏതാണ് സ്റ്റെബിലൈസ് ചെയ്യുന്നത്? +A എഫക്റ്റ് ആണോ റെസണൻസ് ആണോ? റെസണൻസ് വഴി സ്റ്റെബിലൈസ് ചെയ്യുന്നതാണല്ലേ മോർ സ്റ്റെബിലൈസ് എന്ന് പറയുന്നത്. മോർ ഫാക്ടർ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് റെസണൻസ് ആണ്. അത് കഴിഞ്ഞിട്ടാണ് ഹൈപ്പർ കോൺജുഗേഷൻ, അത് കഴിഞ്ഞിട്ടാണ് ഇൻഡക്റ്റീവ് എഫക്റ്റ്, പവർഫുൾ എഫക്റ്റ് വരുന്നത്. അപ്പോൾ റെസണൻസ് വഴി സ്റ്റെബിലൈസ് ചെയ്യുന്ന കാർബോക്യാറ്റോൺ ആണ് മോർ സ്റ്റേബിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ കാർബോക്യാറ്റോൺ വന്നു. ഇനി എന്ത് ചെയ്യും, ഈ കാർബോക്യാറ്റോൺ നമ്മൾ ഈ ലോൺ പെയറിനെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ എന്ത് കിട്ടും? CH3 C ഡബിൾ ബോണ്ട് OH, ഇവിടെ ഒരു പ്ലസ് ചാർജ് വരും. ഇവിടെ CH3 ഇവിടെ എന്ത് ചെയ്യും, ഈ പ്രോട്ടോൺ ഇലക്ട്രോണിനെ ഇങ്ങോട്ട് കൊടുത്തിട്ട് ഇതെന്തായിട്ട് മാറും? കീറ്റോൺ ആയിട്ട് മാറും. CH3 C ഡബിൾ ബോണ്ട് CH3 ത്രൈസ്. ഇതിനെ നമ്മൾ പിനക്കോൾ, ഇത് കീറ്റോൺ ആണ്, അപ്പോൾ പിനക്കോളിൽ നിന്നിട്ടുള്ള ഉണ്ടായ കീറ്റോൺ ആയതുകൊണ്ട് പിനക്കോളോൺ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഡ്രൈവിംഗ് ഫോഴ്സ് എന്താണ്? ഫോർമേഷൻ ഓഫ് കാർബോക്യാറ്റോൺ. ആ കാർബോക്യാറ്റോൺ ഇവിടെ ഫോം ചെയ്യുന്നുണ്ട്. നോക്കൂ, ഈ സ്റ്റെപ്പിൽ കാർബോക്യാറ്റോൺ ഫോം ചെയ്യുന്നുണ്ട്. ഈ സ്റ്റെപ്പിൽ നമ്മളിവിടെ കാർബോക്യാറ്റോൺ ഫോം ചെയ്യുന്നുണ്ട്. ഇതിനെ സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടി ആൽക്കൈൽ ഷിഫ്റ്റ് നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അതിൻ്റെ ഡ്രൈവിംഗ് ഫോഴ്സ് നടക്കുന്നത്. ഫോർമേഷൻ ഓഫ് കാർബോക്യാറ്റോൺ ആൻഡ് റീഅറേഞ്ച്മെൻറ്റ്, ഇതാണ് പിനക്കോളിൻ്റെ ഡ്രൈവിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. വാട്ട് ഈസ് ദ പ്രൊഡക്റ്റ് വെൻ കീറ്റോൺ അണ്ടർഗോസ് ബെയർ-വിലഗർ ഓക്സിഡേഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് ബെയർ-വിലഗർ ഓക്സിഡേഷൻ എന്ന് പറയുന്നത്? കീറ്റോണിനെ ഓക്സിഡൈസ് ചെയ്തിട്ട് എസ്റ്റർ ആക്കി മാറ്റുന്ന റിയാക്ഷനാണ് ബെയർ-വിലഗർ ഓക്സിഡേഷൻ എന്ന് പറയുന്നത്. ഇവിടെ നമ്മളൊരു സ്പെഷ്യൽ റിയേജൻ്റ് ആണ് ഉപയോഗിക്കുന്നത്. എന്താണ്? പെറോക്സി ആസിഡ്സ് ആണ് ഉപയോഗിക്കുന്നത്. പെറോക്സി ആസിഡ്. എന്താണ് പെറോക്സി ആസിഡ്? നമ്മൾ RC ഡബിൾ ബോണ്ട് OH എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ കാർബോക്സിലിക് ആസിഡാണ്. ഇവിടെ ഒരു എക്സ്ട്രാ ഓക്സിജൻ കൂടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ OH, ഇത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാണ് പെറോക്സി ആസിഡ് എന്ന് പറയുന്നത്. കാരണം ഇവിടെ ഒരു പെറോക്സോ ബോണ്ട് ഉണ്ട്, അതുകൊണ്ട് ഇതിനെ പെറോക്സി ആസിഡ് എന്നാണ് പറയുന്നത്. ഈ R ഗ്രൂപ്പ് എന്തും ആവാം കേട്ടോ, ആൽക്കൈൽ ഗ്രൂപ്പ് ആകാം. ഇപ്പം CH3 C ഡബിൾ ബോണ്ട് OH, അതൊരു പെറോക്സി ആസിഡാണ്. അതുപോലെ PH, ബെൻസീൻ വരികയാണെങ്കിൽ C ഡബിൾ ബോണ്ട് OH എന്ന് പറയുന്നത്. PBA, ഇത് കേട്ടിട്ടുണ്ടാവും അല്ലേ, പെർബെൻസോയിക് ആസിഡ് എന്ന് പറഞ്ഞിട്ട് PBA എന്ന് പറഞ്ഞിട്ടുള്ള പെറോക്സി ആസിഡാണ്. ഇത് വേണമെങ്കിൽ യൂസ് ചെയ്യാം, ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. പെറോക്സി ആസിഡ് ഉപയോഗിച്ചിട്ട് കീറ്റോണിനെ
എന്താക്കി മാറ്റുന്ന എസ്റ്റർ ആക്കി മാറ്റുന്ന റിയാക്ഷനെയാണ് നമ്മൾ ബെയർ വിലഗർ ഓക്സിഡേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് പ്രൊഡക്റ്റ്? കീറ്റോൺ ബെയർ വിലഗർ ഓക്സിഡേഷൻ നടന്നു കഴിഞ്ഞിട്ട് നമുക്ക് എന്താ കിട്ടുക? എസ്റ്റർ ആണ് കിട്ടുക. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് കോമ്പൗണ്ട് ഈസ് കോമൺലി യൂസ്ഡ് ആസ് ദ ഓക്സിഡൈസിങ് ഏജന്റ് ഇൻ ബെയർ വിലഗർ ഓക്സിഡേഷൻ എന്നാണ് ചോദിച്ചിരിക്കണം. ഞാൻ ഓൾറെഡി പറഞ്ഞു, പെറോക്സി ആസിഡ്സ് ആണ്. പെറോക്സി ആസിഡാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ഓക്സിഡൈസിങ് ഏജന്റ് എന്ന് പറയുന്നത്. PCCയും KMnO4 ഒക്കെ ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. NaBH റെഡ്യൂസിങ് ഏജന്റ് ആണ്. പക്ഷേ ഇതൊക്കെ ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. പക്ഷേ ഇതൊന്നും എന്തില് ബെയർ വിലഗർ ഓക്സിഡേഷനിൽ യൂസ് ചെയ്യുന്നില്ല. പെറോക്സി ആസിഡ്സ് ആണ്. MCPBA എന്ന് പറയുന്നത് മെറ്റാക്ലോറോ പെറോക്സി ബെൻസോയിക് ആസിഡ് ആണ്. ബെൻസോയിക് ആസിഡ് എന്ന് പറയും. ബെൻസോയിക് ആസിഡ് ഇതിന്റെ സ്ട്രക്ചർ ഇങ്ങനെ ഉണ്ടാവും. Cl C ഡബിൾ ബോണ്ട് OH. ഇതാണ് MCPBA എന്ന് പറയുന്നത്. ഇത് ഒരു പെറോക്സി ആസിഡ് ആണ്. നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരുന്നു, ബെയർ വിലഗർ ഓക്സിഡേഷനിൽ കീറ്റോണിനെ എസ്റ്റർ ആക്കി മാറ്റുന്നത് ഒരു പെറോക്സി ആസിഡിന്റെ പ്രസൻസിലാണ്. MCPBA എന്ന് പറയുന്നത് മെറ്റാക്ലോറോ പെർബെൻസോയിക് ആസിഡ് ആണ്. സോ ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ C ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ കറക്റ്റ് കണ്ടീഷൻ ഫോർ ആൻ ആൽഡോൾ കണ്ടൻസേഷൻ ടു ഒക്കർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ആൽഡോൾ കണ്ടൻസേഷൻ +2 തൊട്ട് പഠിക്കുന്ന അല്ലേ? എന്താണ്? 2 ആൽഡിഹൈഡ് അല്ലെങ്കിൽ 2 കീറ്റോൺ. ഈ ആൽഡിഹൈഡ് എടുക്കുന്ന ആൽഡിഹൈഡിനും കീറ്റോണിനും പ്രത്യേകതയുണ്ട്. അവർക്ക് ആൽഫ ഹൈഡ്രജൻ ഉണ്ടായിരിക്കണം. ആൽഫ പൊസിഷനിൽ അസിഡിക് ഹൈഡ്രജൻ ഉണ്ടായിരിക്കണം. ഇവർ ബേസിക് അല്ലെങ്കിൽ അസിഡിക് കണ്ടീഷനിൽ കണ്ടൻസ് ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടും? ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള ആൽഡിഹൈഡ് ഓർ കീറ്റോൺ എടുക്കും. സപ്പോസ് നമ്മൾ ആൽഡിഹൈഡ് ആണ് എടുക്കുന്നതെങ്കിൽ ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള ആൽഡിഹൈഡ് ഉണ്ടാവും. കീറ്റോൺ ആണ് എടുക്കുന്നതെങ്കിൽ ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള കീറ്റോൺ എടുക്കും. ഓക്കെ, നമുക്കൊന്ന് എഴുതി നോക്കാം. സപ്പോസ് CH3 C ഡബിൾ ബോണ്ട് OH അസെറ്റാൽഡിഹൈഡ് നമ്മൾ എടുത്തു. ഇത് ബേസിന്റെ പ്രസൻസിൽ എന്ത് ചെയ്യും? ഇതിനകത്തുള്ള ആൽഫ ഹൈഡ്രജനെ, അതായത് ഈ ഹൈഡ്രജനെ അബ്സ്ട്രാക്ട് ചെയ്യും. അപ്പോൾ നമുക്ക് CH2 CHO എന്ന് കിട്ടും. ഇതെന്താണ്? ഇതൊരു ന്യൂക്ലിയോഫൈലായിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ ഒരു ഇലക്ട്രോഫൈൽ വേണ്ട. ഇലക്ട്രോഫൈൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്ത ആൽഡിഹൈഡിലെ കാർബണൈൽ കാർബൺ ആണ് നമ്മുടെ ഇലക്ട്രോഫൈലായിട്ട് ആക്ട് ചെയ്യുക. ഇത് ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് അല്ലേ ഈ കാർബൺ, അതുകൊണ്ട് ഇത് എന്തായിട്ട് ഇലക്ട്രോഫൈലായിട്ട് ആക്ട് ചെയ്യും. ഈ ന്യൂക്ലിയോഫൈൽ പോയിട്ട് ഈ കാർബണൈൽ കാർബണിനെ അറ്റാക്ക് ചെയ്യും. ഈ ഡബിൾ ബോണ്ട് O- ആയിട്ട് മാറും. നമുക്ക് എന്ത് കിട്ടും? CH3 CHO CH2 CHO എന്ന് കിട്ടും. ഓക്കെ, ഇതിന് മീഡിയത്തിൽ നിന്ന് വാട്ടറിനെ അബ്സ്ട്രാക്ട് ചെയ്ത് വാട്ടറിലുള്ള H+ അബ്സ്ട്രാക്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടും? CH3 CHOH CH2 CHO. ഇത് ശരിക്കും എന്താണ്? നമ്മളുടെ റിയാക്ഷൻ്റെ നെയിം എന്താ? ആൾഡോൾ കണ്ടൻസേഷൻ ആണ്. ഇതാണ് ശരിക്കും ആൾഡോൾ. ഇവിടെ ആൽഡിഹൈഡ് ഉണ്ട്, ഇവിടെ ഒരു ആൽക്കഹോൾ ഗ്രൂപ്പ് ഉണ്ട്. ഇതാണ് ശരിക്കും ആൽഡോൾ എന്ന് പറയുന്നത്. ഇനി ഇത് കണ്ടൻസ് ചെയ്തിട്ടാണ് നമുക്ക് എന്ത് കിട്ടുക? ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള ആൽഡിഹൈഡ് ഓർ കീറ്റോൺ കിട്ടുക. ഇവിടുന്ന് നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ ആൽഫ പൊസിഷനിൽ നിന്ന് ഹൈഡ്രജനും ബീറ്റ, ഇത് ആൽഫ പൊസിഷൻ, ഇവിടുന്ന് ഹൈഡ്രജനും ബീറ്റ പൊസിഷനിൽ നിന്ന് OH- കൂടെ എലിമിനേറ്റ് ചെയ്ത് വാട്ടർ എലിമിനേറ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടും? CH3 CH ഡബിൾ ബോണ്ട് CHO കിട്ടും. ഇതെന്താണ്? ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള ആൽഡിഹൈഡാണ്. ഓക്കെ, നമ്മൾ കീറ്റോൺ ആണ് എടുക്കുന്നതെങ്കിൽ എന്ത് കിട്ടും? നമുക്കിവിടെ ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള കീറ്റോൺ കിട്ടും. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് എന്താണ് കണ്ടീഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് അതിനകത്ത് എടുക്കുന്ന റിയേജൻ്റ്? നമ്മൾ 2 ആൽഡിഹൈഡ് അല്ലെങ്കിൽ കീറ്റോണ്, ആൽഫ ഹൈഡ്രജൻ വേണം, ബേസിക് അസിഡിക് മീഡിയത്തിലാണ് നമുക്ക് റിയാക്ഷൻ നടക്കുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. വാട്ട് ഈസ് ദ മേജർ ഓർഗാനിക് പ്രൊഡക്റ്റ് ഫോംഡ് ഇൻ ആൽഡോൾ കണ്ടൻസേഷൻ എന്നാണ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു അല്ലേ? ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള ആൽഡിഹൈഡ് ഓർ കീറ്റോൺ ആണ് നമുക്ക് കിട്ടുക. ആൽഡിഹൈഡ്, കീറ്റോൺ ഓർ ആൽഡിഹൈഡ്. ഓക്കെ, അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്.
അപ്പോൾ ഓപ്ഷൻ എന്താണ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Schmidt reaction typically involves the reaction of carboxylic acid with which reagent എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ Schmidt റിയാക്ഷൻ എന്താണ്? നമ്മൾ കാർബോക്സിലിക് ആസിഡിനെ RC≡OH കാർബോക്സിലിക് ആസിഡിനെ ഹൈഡ്രോസോയിക് ആസിഡ് HN3, നമ്മൾ സാധാരണ HCl-നെ ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് പറയുന്ന പോലെ ഇത് നമ്മുടെ N3 മൈനസ് എന്ന് പറയുന്ന അസൈഡ് ഗ്രൂപ്പാണ്. ഇതിനെ നമ്മളപ്പോൾ എന്ത് പറയും? ഹൈഡ്രോസോയിക് ആസിഡ് എന്ന് പറയും. ഹൈഡ്രോസോയിക് ആസിഡും H2SO4 ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പ്രൈമറി അമീൻ കിട്ടും, RNH2 കിട്ടും. ഈ റിയാക്ഷനാണ് ഷ്മിത്ത് റിയാക്ഷൻ എന്ന് പറയുന്നത്. ജനറലി നമ്മളിവിടെ എടുക്കുന്നത് ഹൈഡ്രോസോയിക് ആസിഡ് ആണെന്ന് പറഞ്ഞു അല്ലേ. ഈ ഹൈഡ്രോസോയിക് ആസിഡ് എന്ന് പറഞ്ഞാൽ ഹൈലി പോയ്സണസ് ആയിട്ടുള്ള ടോക്സിക് ആയിട്ടുള്ള ഒരു ആസിഡാണ്. അപ്പം നമ്മളിത് ഡയറക്റ്റ്ലി റിയാക്ഷണൽ മീഡിയത്തിൽ ഉപയോഗിക്കുന്നതിന് പകരം നമ്മൾ NaN3 സോഡിയം അസൈഡും പ്ലസ് H2SO4 കൂടെ റിയാക്ഷൻ മിക്സ്ചറിലിട്ട് ഇത് മീഡിയത്തിൽ തന്നെ ഹൈഡ്രോസോയിക് ആസിഡ് മീഡിയത്തിൽ തന്നെ ജനറേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓപ്ഷൻ എന്താ ചോദിച്ചിരിക്കുന്നത്? റിയേജൻറ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ റിയേജൻറ്റ് എടുക്കുന്നത് ഒന്നെങ്കിൽ സോഡിയം അസൈഡ് പ്ലസ് H2SO4 എടുക്കും, അല്ലെങ്കിൽ ഹൈഡ്രോസോയിക് ആസിഡ് എടുക്കും. എന്താണ് റിയാക്ഷൻ എന്ന് പറയുന്നത്? കാർബോക്സിലിക് ആസിഡിനെ അമീനായിട്ട് പ്രൈമറി അമീനായിട്ട് കൺവേർട്ട് ചെയ്യുന്ന റിയാക്ഷനാണ് നമ്മുടെ ഷ്മിത്ത് റിയാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ കീ ഇൻ്റർമീഡിയറ്റ് ഫോംഡ് ഇൻ ദ ഷ്മിത്ത് റിയാക്ഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ എന്താ അതിൻ്റെ റിയാക്ഷൻ മെക്കാനിസം എഴുതണം. നമ്മൾ പറഞ്ഞു കാർബോക്സിലിക് ആസിഡിനെ അമീനാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പം എന്താ? ആദ്യം നമ്മൾ കാർബോക്സിലിക് ആസിഡ് എടുത്തു, ഡബിൾ ബോണ്ടോ OH, ഇത് അസിഡിക് മീഡിയം H2SO4 എടുക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ ഒരു പ്രോട്ടോൺ ഉണ്ടാവും. ഈ പ്രോട്ടോണിന് എന്താ? ഇലക്ട്രോണിന് ആവശ്യമാണ്. അപ്പോൾ ഇവിടുന്ന് sp3. ശരിക്കും ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ ഓക്സിജൻ ആണോ ഈ എടുക്കുന്ന ഓക്സിജൻ ആണോ ഈ എടുക്കുന്ന ഓക്സിജൻ ആണോ ഈ ഇലക്ട്രോണിനെ വേഗം കൊടുക്കുക, ഡൊണേറ്റ് ചെയ്യുക, ഇതാണ്. കാരണം ഇത് sp3 ഓക്സിജൻ ആണ്, ഇത് sp2 ആണ്. സോ ഇതിന് ഇലക്ട്രോനെഗറ്റിവിറ്റി കുറഞ്ഞതുകൊണ്ട് ഇതായിരിക്കും പ്രോട്ടോണിന് ഇലക്ട്രോൺ കൊടുക്കുക. അപ്പം നമുക്ക് ഇവിടെ നിന്ന് എന്ത് കിട്ടും? പ്രോട്ടോണിനെ അബ്സ്ട്രാക്ട് ചെയ്യും, എന്നിട്ട് RC≡OH2+. ഇത് നമുക്കറിയാം ബെറ്റർ ലിവിങ് ഗ്രൂപ്പ് അല്ലേ വാട്ടർ എന്ന് പറയുന്നത്. അത് അവിടെ നിന്ന് എലിമിനേറ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടും? RC≡+ കിട്ടും. ഇതെന്താണ്? അസിലിയം കാറ്റയോൺ ആണ്. ഇത് അസൈൽ ഗ്രൂപ്പ് അല്ല. RC≡ എന്ന് പറഞ്ഞാൽ അസൈൽ ഗ്രൂപ്പാണ്. അപ്പോൾ ഇതിലൊരു പ്ലസ് ചാർജ് വന്നു കഴിഞ്ഞാൽ ഇത് അസിലിയം കാറ്റയോൺ ആണ് കേട്ടോ. ഇനി എന്താ ചെയ്യുക? RC≡, ഇത് ഇലക്ട്രോഫൈൽ ആണ് അല്ലേ. ഇനി നമ്മുടെ റിയേജൻ്റ് ആയിട്ടുള്ള ഹൈഡ്രോസോയിക് ആസിഡ് വരും, N - H, N N. ഇവിടെ ഒരു പ്ലസ് ചാർജും വരും. ഇത് പോയിട്ട് എന്ത് ചെയ്യും? ഇലക്ട്രോഫൈലിനെ അറ്റാക്ക് ചെയ്യും. അപ്പം നമുക്ക് എന്ത് കിട്ടും? RC≡NH, N N പ്ലസ് ചാർജ് കിട്ടും. ഇനി ഇവിടെ ഒരു റീഅറേഞ്ച്മെൻറ്റ് റിയാക്ഷൻ നടക്കും. ഈ റീഅറേഞ്ച്മെൻറ്റ് റിയാക്ഷൻ നടക്കുന്നത് ഒരു സ്പോണ്ടേനിയസ് പ്രോസസ്സാണ്. കാരണം റീഅറേഞ്ച്മെൻറ്റിന് ശേഷം നമുക്ക് ഒരു ബെറ്റർ ലിവിങ് ഗ്രൂപ്പ് ആയിട്ടുള്ള നൈട്രജൻ ഗ്യാസ് ആണ് പോകുന്നത്. നൈട്രജൻ ഗ്യാസ് പോകുമ്പോൾ ഗ്യാസ് എലിമിനേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ എൻട്രോപ്പി ഇൻക്രീസ് ചെയ്യും. സോ അതുകൊണ്ട് ആ റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആയിട്ട്, ഈ റീഅറേഞ്ച്മെൻറ്റ് സ്പോണ്ടേനിയസ് ആയിട്ട് നടക്കും. ഇവിടെ നോക്കൂ, പോസിബിലിറ്റി എന്താണ്? ഈ ഹൈഡ്രജനിലെ ഇതിങ്ങോട്ട് പോകുന്നു, ഈ ഓക്സിജനിൽ ഇങ്ങോട്ട് പോകുന്നു. പക്ഷേ ഇതെന്താ? സിമ്പിൾ റെസനേറ്റിംഗ് സ്ട്രക്ചറായി മാറി അല്ലേ. അപ്പോൾ ഇത് തിരിച്ച് ഇങ്ങോട്ട് വന്നിട്ട് ഈ ആൽക്കൈൽ ഗ്രൂപ്പ് R- ആയിട്ട് റിയാക്ഷൻ മീഡിയത്തിലോട്ട് നിൽക്കും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? എന്നിട്ട് ഈ R- പോയിട്ട് ഈ നൈട്രജനെ അറ്റാക്ക് ചെയ്യും. ഇവിടുന്ന് നമുക്ക് നൈട്രജൻ ഗ്യാസ് എലിമിനേറ്റ് ചെയ്യും. N2 ഗ്യാസ് ഇവിടെ നമുക്ക് ഇങ്ങനെ എഴുതാം, -N2 ഗ്യാസ് എലിമിനേറ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമുക്ക് എന്ത് കിട്ടും? RN≡C≡O കിട്ടി. ഇതെന്താണ്? ആൽക്കൈൽ ഐസോസയനേറ്റ് ആണ് അല്ലേ. ആൽക്കൈൽ ഐസോസയനേറ്റ്. ഇതാണ്
ഇന്റർമീഡിയറ്റ് ഫോം ചെയ്യുന്നത്. ആൽക്കൈൽ ഐസോസൈനേറ്റ് ആണ് ഇന്റർമീഡിയറ്റ് ഫോം ചെയ്യുന്നത്. ഈ ഇന്റർമീഡിയറ്റ് നമ്മൾ വേറെ പല റിയാക്ഷൻസിലും കണ്ടിട്ടുണ്ട്. ഹോഫ്മാൻ ബ്രോമൈഡ് ഡീഗ്രഡേഷനിൽ കണ്ടിട്ടുണ്ട്. കെർട്ടിയസ് റീഅറേഞ്ച്മെന്റിൽ നമ്മൾ ഈ ആൽക്കൈൽ ഐസോസൈനേറ്റ് കണ്ടിട്ടുണ്ട്. ഇനി ഇതെന്ത് ചെയ്യും? ഇതിന് നമുക്ക് എന്താണ് ഉണ്ടാകുന്നത്? അമീനാണ് ഉണ്ടാകേണ്ടത് അല്ലേ? ഇനി എന്ത് ചെയ്യും? ഇത് മീഡിയത്തിൽ നിന്ന് വാട്ടറിനെ എടുക്കും, ഡീപ്രോട്ടനേറ്റ് ചെയ്യും, എന്നിട്ട് നമുക്ക് എന്ത് കിട്ടും? ആ റിയാക്ഷനും നടക്കുന്ന പ്രോട്ടനേഷൻ റിയാക്ഷനും സ്പോണ്ടേനിയസ് ആണ്. കാരണം കാർബൺ ഡൈ ഓക്സൈഡ് എലിമിനേറ്റ് ചെയ്തിട്ട് നമുക്ക് എന്താ കിട്ടുക? RNH2 കിട്ടും. അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഹോഫ്മാൻ ബ്രോമൈഡിലും കെർട്ടിയസിലൊക്കെ ഇനി വരുന്ന റിയാക്ഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ അത് ഡിസ്കസ് ചെയ്യേണ്ട ഇവിടെ നമുക്ക് കിട്ടുന്ന ഇന്റർമീഡിയറ്റ് എന്താണെന്ന് ഓർത്ത് വെക്കുക. ആൽക്കൈൽ ഐസോസൈനേറ്റ് ആണ് നമുക്ക് സ്മിത്ത് റിയാക്ഷനിലും ഇന്റർമീഡിയറ്റ് ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ എന്താണ്? ഐസോസൈനേറ്റ് ആണ് നമുക്ക് ഇന്റർമീഡിയറ്റ് ആയിട്ട് കിട്ടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ആർ ദ റിയേജൻസ് ടിപ്പിക്കലി യൂസ്ഡ് ഇൻ ദ ഫ്രൈസ് റീഅറേഞ്ച്മെന്റ് റിയാക്ഷൻ എന്നാണ്. ഫ്രൈസ് റീഅറേഞ്ച്മെന്റ് റിയാക്ഷനിൽ നമ്മൾ അരയിൽ എസ്റ്റേഴ്സിനെ എന്തായിട്ട് മാറ്റാണ് ചെയ്യുന്നത്? ഹൈഡ്രോക്സി, ഓർത്തോ ഹൈഡ്രോക്സി കീറ്റോൺസ് ആയിട്ട് അല്ലെങ്കിൽ പാരാ ഹൈഡ്രോക്സി കീറ്റോൺസ് ആയിട്ട് മാറ്റാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന റിയേജന്റ് എന്ന് പറഞ്ഞാൽ ഒരു ലൂയിസ് ആസിഡ് ആണ്. ഏതെങ്കിലും ഒരു ലൂയിസ് ആസിഡ് എടുക്കാം. ജനറലി നമ്മൾ എടുക്കുന്നത് AlCl3 ആണ്. അപ്പം അരയിൽ എസ്റ്റേഴ്സിനെ നമ്മൾ എന്താക്കി മാറ്റാണ്? ഓർത്തോ ഓർ പാരാ ഹൈഡ്രോക്സി കീറ്റോൺ ആക്കി മാറ്റുന്ന റിയാക്ഷനെയാണ് നമ്മൾ എന്ത് പറയുക? ഫ്രൈസ് റീഅറേഞ്ച്മെന്റ് എന്ന് പറയുക. ഇതാണ് സപ്പോസ് CH3 കീറ്റോൺ ആണ്. OCH3. ഓക്കെ, ഇതിനെ നമ്മൾ CH3 plus CH3 ഓർത്തോ ഓർ പാരാ ഹൈഡ്രോക്സി കീറ്റോൺ ആക്കി മാറ്റുന്ന റിയാക്ഷൻ ഇൻ പ്രസൻസ് ഓഫ് എ ലൂയിസ് ആസിഡ്. ഇതാണ് ഫ്രൈസ് റീഅറേഞ്ച്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ എന്താണ്? ഓപ്ഷൻ അരയിൽ എസ്റ്റേഴ്സ് ലൂയിസ് ആസിഡിന്റെ പ്രസൻസിൽ ലൈക്ക് AlCl3യുടെ പ്രസൻസിൽ ഇതായി ഓർത്തോ ഹൈഡ്രോക്സി ഓർ പാരാ ഹൈഡ്രോക്സി കീറ്റോൺ ആയിട്ട് മാറുന്ന റിയാക്ഷനാണ് നമ്മുടെ ഫ്രൈസ് റീഅറേഞ്ച്മെന്റ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വാട്ട് ടൈപ്പ് ഓഫ് പ്രൊഡക്റ്റ് ഈസ് ഫോംഡ് ഇൻ ദ ഫ്രൈസ് റീഅറേഞ്ച്മെന്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ പറഞ്ഞു ഹൈഡ്രോക്സി അരയിൽ കീറ്റോൺ ആണ് ഉണ്ടാകുന്നത്. ഹൈഡ്രോക്സി അരയിൽ കീറ്റോൺ ആണ് ഫ്രൈഡ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ടൈപ്പ് ഓഫ് പ്രൊഡക്റ്റ് ഈസ് ഫോംഡ് ഇൻ ദ ഫ്രൈസ് റീഅറേഞ്ച്മെന്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഫ്രൈസ് റീഅറേഞ്ച്മെന്റിൽ നമ്മൾ അരയിൽ എസ്റ്റേഴ്സ് ഒരു ലൂയിസ് ആസിഡിന്റെ പ്രസൻസിൽ നമ്മൾ ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? ഹൈഡ്രോക്സി അരയിൽ കീറ്റോൺ, ഒന്നെങ്കിൽ ഓർത്തോ ഹൈഡ്രോക്സി അല്ലെങ്കിൽ പാരാ ഹൈഡ്രോക്സി കീറ്റോൺ അരയിൽ കീറ്റോൺസ് ആണ് കിട്ടുന്നത്. സോ നമുക്ക് നോക്കാം. ഇത് നമ്മൾ ഒരു എസ്റ്റർ ഓഫ് ഫിനോൾ ആണ് എടുത്തിരിക്കുന്നത്. ഇതൊരു അരയിൽ എസ്റ്റർ ആണ്. ഇത് നമ്മളുടെ ലൂയിസ് ആസിഡ് AlCl3 ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു. AlCl3 എന്ന് പറഞ്ഞാൽ ലൂയിസ് ആസിഡ് ആണ്. അത് ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഓക്സിജൻ, എസ്റ്ററിലെ ഓക്സിജൻ എന്ത് ചെയ്യും? അതിൻ്റെ ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യും. എന്നിട്ട് നമുക്ക് ഇങ്ങനൊരു പ്രൊഡക്റ്റ് കിട്ടും. ഓക്കെ, ഇവിടെ O ഉണ്ട്. ഓയിലൊരു പ്ലസ് ചാർജ് വന്നു. ഇവിടെ AlCl3 മൈനസ് വന്നു. ഇവിടെ നമ്മുടെ C ഡബിൾ ബോണ്ടോ CH3. ഇനി ഈ ഓയില് പ്ലസ് ചാർജ് വന്നു. അപ്പം ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് ഇവിടുന്ന് റിമൂവ് ആയി പോയിട്ട് ആ പ്ലസ് ചാർജ് നമുക്ക് മാറ്റണം. അതിന് നമ്മൾ ഒന്നെങ്കിൽ AlCl3 റിമൂവ് ചെയ്യാം, അല്ലെങ്കിൽ ഒന്നെങ്കിൽ ഈ ഗ്രൂപ്പിനെ അല്ലെങ്കിൽ ഈ ഗ്രൂപ്പിനെ. AlCl3 റിമൂവ് ചെയ്തിട്ട് കാര്യമില്ല, കാരണം അത് ഫസ്റ്റ് റിയേജന്റ് പോലെ തന്നെയാവും. അപ്പോൾ നമ്മൾ എന്താ അസൈൽ ഗ്രൂപ്പിനെ ഇവിടുന്ന് അസീലിയം കാറ്റയോൺ ആയിട്ട് റിമൂവ് ചെയ്യും. അപ്പോൾ അത് ഈ ഗ്രൂപ്പ് ഇവിടുന്ന് എലിമിനേറ്റ് ആവും. ഓക്കെ, CH3 C ഡബിൾ ബോണ്ടോ പ്ലസ് ആയിട്ട് ഇത് റിയാക്ഷൻ മീഡിയത്തിൽ നിൽക്കും. എന്നിട്ട് നമുക്ക് എന്ത് കിട്ടും? OAlCl3 മൈനസ് കിട്ടും.
നോക്കൂ, ഈ O ഗ്രൂപ്പ് എന്ന് പറയുന്നത്, ഓക്സിജൻ എന്ന് പറയുന്നത് +M ഗ്രൂപ്പാണ് അല്ലേ. +M ഗ്രൂപ്പിന്റെ പ്രത്യേകത എന്താണ്? അത് ഈ എടുത്തിരിക്കുന്നത് നമ്മുടെ ഇലക്ട്രോഫൈലാണ്. അത് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷണൽ റിയാക്ഷനിൽ ഈ +M ഗ്രൂപ്പ് എന്താ ചെയ്യുക? ഓർത്തോ ആൻഡ് പാരാ പൊസിഷനിൽ ഇലക്ട്രോണിന്റെ ഡെൻസിറ്റി കൂട്ടും. അപ്പോൾ വരുന്ന ഇലക്ട്രോഫൈൽ എവിടെയായിരിക്കും അറ്റാക്ക് ചെയ്യുന്ന? ഓർത്തോ ആൻഡ് പാരാ പൊസിഷനിൽ അറ്റാക്ക് ചെയ്യും. അപ്പോൾ ഇതെന്ത് ചെയ്യും? +M ഗ്രൂപ്പാണ്. അപ്പം ഇതിന്റെ ലോൺ പെയർ ഇങ്ങോട്ട് വരും, ഇവിടെ ഈ ബോണ്ട് ബ്രേക്ക് ചെയ്ത് ഇവിടെ നെഗറ്റീവ് ചാർജ് വരും. ആ നെഗറ്റീവ് ചാർജിലോട്ട് നമ്മുടെ അസീലിയം കാറ്റയോൺ ഉണ്ടല്ലോ, അത് പോയി അറ്റാക്ക് ചെയ്യും. ഈ റിയാക്ഷൻ എന്ന് പറയുന്നത് ഫ്രിഡൽ ക്രാഫ്റ്റ് റിയാക്ഷൻ ആണ്. ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നിങ്ങൾക്ക്. ഫ്രിഡൽ ക്രാഫ്റ്റ് റിയാക്ഷൻ തന്നെയാണ് ഈ നടക്കുന്നത്. ഇവിടെ നമ്മൾ ഡബിൾ ബോണ്ടോ AlCl3 മൈനസ്, ഇവിടെ ഇതിന് പ്ലസ് ചാർജും വരും. ഇവിടെ ഡബിൾ ബോണ്ട് അതേപോലെ തന്നെ ഉണ്ടാവും. ഇവിടെ ഒരു ഹൈഡ്രജൻ ഉണ്ട്, ഇവിടെ C ഡബിൾ ബോണ്ട് O CH3 ഗ്രൂപ്പ് വന്നു. ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇത് ആരോമാറ്റിക് ആയിരുന്നു. ഇതിന്റെ ഇങ്ങോട്ട് ഈ റിയാക്ഷൻ നടന്നു കഴിഞ്ഞപ്പോൾ ഇതിന്റെ ആരോമാറ്റിസിറ്റി നഷ്ടമായി അല്ലേ. അപ്പോൾ ആരോമാറ്റിസിറ്റി എന്ന് പറഞ്ഞാൽ റിയാക്ഷനിൽ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നതാണ്. അതൊരു ഹൈലി എനർജി കൊടുക്കുന്ന ഒരു ഇതാണ്. ആരോമാറ്റിക് ആകുമ്പോൾ കൂടുതൽ സ്റ്റേബിൾ ആകുകയാണ് ചെയ്യുന്ന പ്രൊഡക്റ്റ്. അപ്പോൾ ഇതിന്റെ ആരോമാറ്റിസിറ്റി നമുക്ക് റീഗെയിൻ ചെയ്യണം. അതിന് ഈ പ്രോട്ടോണിനെ ഇവിടുന്ന് എലിമിനേറ്റ് ചെയ്തിട്ട് ഇവിടെ പോസിറ്റീവ് ചാർജ് വരും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ നമ്മുടെ C ഡബിൾ ബോണ്ടോ CH3 വന്നു, ഇവിടെ O AlCl3 മൈനസ് വന്നു. ഇതിനെ വർക്കപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് ഇവിടെ ഹൈഡ്രജൻ വരും. നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റ് കിട്ടും. ഇവിടെ OH വന്നു, ഇവിടെ നമ്മുടെ C ഡബിൾ ബോണ്ടോ CH3 വന്നു. ഇതെന്താ? ഓർത്തോ ഹൈഡ്രോക്സി അസറ്റോഫിനോൺ ആണ് നമുക്ക് കിട്ടിയ അസറ്റോഫിനോൺ. ഇങ്ങനെ തന്നെ പാരായും കിട്ടും. ഇതിൽ ഞാൻ പറഞ്ഞു +M ഗ്രൂപ്പ് ആകുമ്പോൾ ഇലക്ട്രോൺ ഡെൻസിറ്റി ഓർത്തോ പൊസിഷനിലും പാരാ പൊസിഷനിലും ഇൻക്രീസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് പാരാ പ്രൊഡക്റ്റും കിട്ടും. അപ്പോൾ ജനറലി നമുക്ക് എന്ത് പറയാൻ പറ്റും? ഹൈഡ്രോക്സി അരൈൽ കീറ്റോൺ ആണ് നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ഏത് പ്രൊഡക്റ്റ് ആണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. നമുക്ക് പറയാം ഹൈഡ്രോക്സി അരൈൽ കീറ്റോൺ ആണ് നമുക്ക് കിട്ടുന്നതെന്ന് പറയാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ ബെക്ക്മാൻ റീഅറേഞ്ച്മെന്റ് ഇൻവോൾവ്സ് ദ കൺവേർഷൻ ആണ്. അപ്പൊ ബെക്ക്മാൻ റീഅറേഞ്ച്മെന്റ് എന്താണ്? ഓക്സീമിനെ ഒരു ആസിഡിന്റെ പ്രസൻസിൽ H+ന്റെ പ്രസൻസിൽ അമൈഡായിട്ട് കൺവേർട്ട് ചെയ്യുന്ന റിയാക്ഷനെയാണ് നമ്മൾ ബെക്ക്മാൻ റീഅറേഞ്ച്മെന്റ് എന്ന് പറയുന്നത്. അപ്പം ഓക്സീമിനെ ആസിഡ് കാറ്റലൈസ്ഡ് മീഡിയത്തിൽ അമൈഡായിട്ട് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ബെക്ക്മാൻ റീഅറേഞ്ച്മെന്റ് എന്ന് പറയുന്നത്. അപ്പം ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ഓക്സീം ടു അമൈഡ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. In the Beckmann rearrangement, which group migrate to the nitrogen atom during the rearrangement എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം അതിൻ്റെ നമുക്ക് മെക്കാനിസം അറിയണം. നമ്മൾ പറഞ്ഞു ഓക്സീമിനെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യാണ്? അമൈഡായിട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പം എന്താണ് ഓക്സീം എന്ന് അറിയണം അല്ലേ. നമ്മളൊരു ആൽഡിഹൈഡ് ഒരു കീറ്റോൺ എടുക്കുകയാണ്. ഇവിടെ നമ്മളൊരു കീറ്റോൺ എടുത്തു. ഇതിനെ ഹൈഡ്രോക്സിലമീനുമായിട്ട് ട്രീറ്റ് ചെയ്യുക. ഇതാണ് നമ്മുടെ ഹൈഡ്രോക്സിലമീൻ. അപ്പോൾ ഇവിടുന്ന് വാട്ടർ എലിമിനേറ്റ് ചെയ്ത് പോയിട്ട് കിട്ടുന്ന പ്രൊഡക്റ്റിനെയാണ് നമ്മൾ ഓക്സിം എന്ന് പറയുന്നത്. C ഡബിൾ ബോണ്ട് NOH. ഇതാണ് ഓക്സിം. ഓക്കെ, ഇതാണ് നമ്മുടെ റിയേജന്റ് എന്ന് പറയുന്നത്. ഇനി എന്താ പറഞ്ഞത്? ഇതിനെ നമ്മൾ ആസിഡ് മീഡിയത്തിൽ റിയാക്ട് ചെയ്യുമ്പോൾ ഇതെന്ത് ചെയ്യും? പ്രോട്ടണേറ്റ് ചെയ്യും. ഈ OH എൻ്റെ ഇലക്ട്രോണിനെ കൊടുത്തിട്ട് പ്രോട്ടണേറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? R' C ഡബിൾ ബോണ്ട് NOH2+. ഇവിടെ നമുക്കൊരു കാര്യം നോക്കിക്കേ. ഇതെന്ന് പറയുന്നത് വാട്ടറായിട്ട് എലിമിനേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ബെറ്റർ ലിവിങ് ഗ്രൂപ്പാണ്. അപ്പോൾ ഇവിടുന്ന് വാട്ടർ എലിമിനേറ്റ് ചെയ്ത് പോകുമ്പോൾ എന്ത് പറ്റും? നൈട്രജനിൽ പോസിറ്റീവ് ചാർജ് വരും. അപ്പം സിസ്റ്റം ഒരു കാര്യം ശ്രദ്ധിക്കുക. നമ്മൾ എപ്പോഴും ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള ആറ്റത്തിൽ പോസിറ്റീവ് ചാർജ് വരുന്നത് സിസ്റ്റം പ്രൊമോട്ട് ചെയ്തില്ല. ഇപ്പോൾ ഇവിടുന്ന് വാട്ടർ എലിമിനേറ്റ് ചെയ്യുമ്പോൾ ഇവിടെയാണ് പോസിറ്റീവ് ചാർജ് വരുന്നത് അല്ലേ, നൈട്രജനിൽ. അപ്പോൾ നൈട്രജൻ മോർ ഇലക്ട്രോ നെഗറ്റീവ് ആയതുകൊണ്ട് സിസ്റ്റം അതങ്ങനെ പ്രൊമോട്ട് ചെയ്യില്ല. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും? ഒരു മൈഗ്രേഷൻ നടക്കും.
സാധാരണ റിയാക്ഷനിൽ നമ്മൾ മൈഗ്രേഷൻ നടക്കുന്നത് മൈഗ്രേറ്ററി ആപ്റ്റിറ്റ്യൂഡ് വെച്ചിട്ടാണ് അല്ലേ. നമ്മൾ പറയും ഹൈഡ്രജൻ ആണ് മൈഗ്രേറ്ററി ആപ്റ്റിറ്റ്യൂഡ് കൂടുതൽ, ദെൻ ഫിനൈൽ, ദെൻ ആൽക്കൈൽ ഗ്രൂപ്പ് എന്ന് പറയും. പക്ഷേ ബെക്ക്മാൻ റീഅറേഞ്ച്മെൻറ്റിൽ നമ്മൾ പറയുന്നത്, അത് ശ്രദ്ധിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ എടുക്കുന്ന ഓക്സിയം ഉണ്ടല്ലോ, അതിൽ OH ഗ്രൂപ്പിന് ട്രാൻസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആൻറ്റി ആയിട്ടുള്ള ആൽക്കൈൽ ഗ്രൂപ്പ് ഏതാണോ അതാണ് നൈട്രജനിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം നൈട്രജനിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താണ്, പോസിറ്റീവ് ചാർജ് കാർബണിലോട്ടാകുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്, OH ഗ്രൂപ്പിന് ആൻറ്റി ആയിട്ടുള്ള അല്ലെങ്കിൽ ട്രാൻസ് ആയിട്ടുള്ള ആൽക്കൈൽ ഗ്രൂപ്പാണ് ബെക്ക്മാൻ റീഅറേഞ്ച്മെൻറ്റിൽ മൈഗ്രേറ്റ് ചെയ്യുക, അല്ലാതെ മൈഗ്രേറ്ററി ആപ്റ്റിറ്റ്യൂഡ് വെച്ചല്ല ഇവിടെ ചെയ്യേണ്ടത് കേട്ടോ. സാധാരണ റിയാക്ഷൻസിൽ മൈഗ്രേറ്ററി ആപ്റ്റിറ്റ്യൂഡ് വെച്ചാണ്, ഇപ്പോൾ ബെയർ വിലഗറിലൊക്കെ നമ്മൾ മൈഗ്രേറ്ററി ആപ്റ്റിറ്റ്യൂഡ് വെച്ചിട്ടാണ്, അല്ലെങ്കിൽ പിനക്കോളിലൊക്കെ നമ്മൾ മൈഗ്രേറ്ററി ആപ്റ്റിറ്റ്യൂഡ് വെച്ചിട്ടാണ് നമ്മൾ മൈഗ്രേഷൻ നടത്തുന്നത്. പക്ഷേ ബെക്ക്മാൻ റീഅറേഞ്ച്മെൻറ്റ് വരുമ്പോൾ ഏത് ഗ്രൂപ്പാണോ OHന് ആൻറ്റി ആയിട്ടുള്ള ആ ഗ്രൂപ്പിനെ നമ്മൾ മൈഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ R' ആണ് OHന് ആൻറ്റി ആയിട്ടുള്ള, അപ്പോൾ അതിനെ നമ്മൾ മൈഗ്രേറ്റ് ചെയ്യുന്നു. അപ്പം R ഡബിൾ ബോണ്ട് N R' വന്നു, ഈ കാർബണിൽ പ്ലസ് ചാർജും വന്നു. ഇനി ഇതെന്ത് ചെയ്യും, നമ്മൾ വാട്ടർ ആഡ് ചെയ്യും, വാട്ടറിൽ ലോൺ പെയർ ഈ കാർബണിന് കൊടുക്കും. എന്ത് കിട്ടും, RCOH, ഒരു പ്ലസ് ചാർജ് വരും, ഡബിൾ ബോണ്ട് N R' എന്ന് വന്നു. അപ്പോൾ ഇതെന്ത് ഈ പ്രോട്ടോണിനെ ട്രാൻസ്ഫർ ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടും, RCOH ഡബിൾ ബോണ്ട് N R' എന്ന് പറഞ്ഞു. ഇതൊരു കാര്യം, ഈ കോമ്പൗണ്ടിലോട്ടൊന്ന് ശ്രദ്ധിച്ചേ. ഈ കോമ്പൗണ്ട് എന്ന് പറയുന്നത് നമ്മുടെ ഈനോള് പോലെയാണല്ലേ. ഇവിടെ ഡബിൾ ബോണ്ട് ഉണ്ട്, ഇവിടെ ഒരു OH ഉണ്ട്. അപ്പോൾ ഇതെന്ത് ചെയ്യും, ടോട്ടോമറൈസ് ചെയ്യും, എന്നിട്ട് നമുക്ക് നമ്മുടെ അമൈഡ് കിട്ടും. ഇത് ടോട്ടോമറൈസ് ചെയ്തിട്ട് ഈ H നൈട്രജനിലേക്കും പോവും, ഈ ഡബിൾ ബോണ്ട് ഇങ്ങോട്ടും വരും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, RC ഡബിൾ ബോണ്ട് ONH R' കിട്ടും. അപ്പോൾ ഇതെന്താണ്, ഒരു N സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആയിട്ടുള്ള അമൈഡ് കിട്ടി. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ഓക്സിമിനെ അമൈഡ് ആയിട്ടാണ് നമ്മൾ ബെക്ക്മാൻ റീഅറേഞ്ച്മെൻറ്റിൽ കൺവേർട്ട് ചെയ്യുന്നത്. ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ മൈഗ്രേഷൻ നടക്കുന്നുണ്ട് ആൽക്കൈൽ ഗ്രൂപ്പിൻ്റെ. മൈഗ്രേഷൻ എന്ന് പറയുന്നത് ഏതാണ്, ആ മൈഗ്രേറ്ററി ഗ്രൂപ്പ് എന്ന് പറയുന്നത് ആൻറ്റി അല്ലെങ്കിൽ ട്രാൻസ് ടു ദ OH ഗ്രൂപ്പ് ആയിരിക്കണം. എടുക്കുന്ന ഓക്സിമിൻ്റെ OH ഗ്രൂപ്പിൻ്റെ ട്രാൻസ് അല്ലെങ്കിൽ ആൻറ്റി ആയിട്ടുള്ള ഗ്രൂപ്പായിരിക്കും മൈഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ ഓപ്ഷൻ B ആണ്, ദ ഗ്രൂപ്പ് ആൻറ്റി ടു ദ ലിവിങ് ഗ്രൂപ്പ് OH ആണ് നമ്മൾ എന്തായിട്ട് മൈഗ്രേറ്ററി ഗ്രൂപ്പായിട്ട് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ക്വസ്റ്റ്യൻസ്. താങ്ക് യു.